Good morning. Good morning, Miss. Hey, good morning. morning, ma'am. വിഷുവൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? Yes. ആഘോഷിച്ചോ? എന്താണ് ആരൊന്നും മിണ്ടാത്തെ? വിഷുവിന്റെ ഹാങ് ഓവറിൽ ഇരിക്കുകയാണ് എല്ലാവരും. ആണ്, ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചില്ലേ? പടക്കമൊക്കെ പൊട്ടിച്ചില്ലേ? Yes, ma'am. ഓക്കെ. അങ്ങനെ ഒരു വിഷു കൂടെ കഴിഞ്ഞു അല്ലെ? ഈ നെക്സ്റ്റ് ആഘോഷം എന്താ? നമ്മുടെ ഓണം അല്ലെ? ഓണം അല്ലെങ്കിൽ നെക്സ്റ്റ് അല്ല, ഈസ്റ്റർ വരുന്നുണ്ട്. ഈസ്റ്റർ അടുത്ത ഞായറാഴ്ച ഈസ്റ്റർ, അത് കഴിഞ്ഞ ഓണം. നമുക്ക് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. നമുക്ക് കുട്ടികൾ കുറവാന്ന് തോന്നുന്നു. എനിക്കൊന്ന് വിഷുവിന്റെ പിറ്റേ ദിവസം ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ക്ലാസ്സിൽ കുറവാണ്. നാട്ടിലൊക്കെ പോയിട്ടുണ്ടാവും എല്ലാവരും. 17 പേര് മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മള് പഠിച്ചതൊക്കെ എന്തായിരുന്നു? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? HAMSനെ പറ്റി നമ്മൾ പറഞ്ഞു. HAMS എന്താണെന്നും പിന്നെ അതിന്റെ കുറെ കമ്പോണന്റുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? 11ഓളം കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കണ്ടത് അതിന്റെ ബെനിഫിറ്റുകളായിരുന്നു അല്ലെ? അതായത് ഒരു HAMSന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കുറെ ബെനിഫിറ്റുകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ, വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് പറഞ്ഞു നിർത്തിയത്. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ അല്ലെ? പേഷ്യന്റിനും ഹോസ്പിറ്റലിനും ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചു. പിന്നെന്താണ്? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ അല്ലെ? ഈ പറയുന്ന പേഷ്യന്റിന്റെ ഡാറ്റകൾ അഥവാ ഹോസ്പിറ്റൽ ഡാറ്റകൾ വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ അല്ലെ? പേഷ്യന്റിന്റെ ഡാറ്റകള് ആക്സസ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെന്താണ്? റിഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം അല്ലെ? ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒത്തിരി ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. കാര്യം എല്ലാം എന്താണ്? HAMSന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അത് ആളുകളുടെ വർക്ക് ലോഡിനെ കുറച്ചു. ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റി. ആ സേവ് ചെയ്ത സമയമാണെങ്കിലോ നമുക്ക് കൂടുതൽ പേഷ്യൻസിന് പരിചരണം കൊടുക്കാനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചു അല്ലെ? അതൊക്കെ അതിന്റെ ബെനിഫിറ്റുകളാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആണ് അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് പണം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചു. കാര്യം എന്താണ്? ഇങ്ങനെയുള്ള വർക്കുകൾ, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളൊക്കെ ഇത്തരത്തിൽ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എന്താണ്? സ്റ്റാഫുകളെ വെച്ചുള്ള ആ ഒരു വർക്കിലോട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ആ രീതിയിൽ വരുന്ന കോസ്റ്റുകളൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. പിന്നെ പറഞ്ഞത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോള്, റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്, റെഡ്യൂസ്ഡ് റീ അഡ്മിഷൻസ് ആൻഡ് റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സ്. അങ്ങനെ 9ഓളം ബെനിഫിറ്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതുവരെ വായിച്ചോ? നിങ്ങൾ വായിച്ചെങ്ങനെ നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ? ഓക്കെ, വായിച്ചു നോക്കി അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും അത് വായിക്കണം കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും. നമ്മളതിന്റെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, വായിച്ചു നോക്കി അല്ലേ? ശരി, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് അഥവാ HAMSന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സുകളാണ്, പ്രത്യേകതകളാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ HAMS എന്താണെന്ന് കണ്ടു, അതിന്റെ കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചു, അതിന്റെ ബെനിഫിറ്റുകൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് HAMSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സുകളാണ് കേട്ടോ. ഈ പറയുന്ന ഫീച്ചേഴ്സുകളൊക്കെ നമ്മൾ പലതായിട്ട് കണ്ടതാണ്, മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതിലിങ്ങനെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല, ആ ഒരു കൺസെപ്റ്റ് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, പേഷ്യന്റ് പോർട്ടൽ. ഇതാണ് ആദ്യത്തെ പോയിന്റ്. എന്താണ്? പേഷ്യന്റ് പോർട്ടൽ.
എന്താണ് പേഷ്യന്റ് പോർട്ടൽ? ആ പേര് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്, അവരുടെ പോർട്ടലാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കുന്ന HIMSന്റെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്, പേഷ്യന്റ് പോർട്ടൽ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, വായിച്ചിട്ട് നമുക്ക് ആ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കാം, നിങ്ങൾ കൂടെ വായിക്കാം കേട്ടോ, ടെക്സ്റ്റ് ഒന്ന് നോക്കി വായിക്കാം. Okay. The patient portal is an unavoidable feature of the health information system. It is a program like the electronic health record. But what makes it different is that these patients can have secure online entry to their medical records, arranging doctor appointments, passing information with the doctor, checking medical bills, and processing payment online. All they require is smart equipment to avail themselves of the maximum benefits of the feature. പിന്നെന്താണ് പറയുന്നത്, instead of following the age-old process of arranging a doctor's appointment, they may just log into their account in the patient portal, have an understanding of the availability of their doctors, and make an appointment according to their convenience and doctor's availability. After arranging the appointment, they can verify the bill and make the payment or set the details for future payments. The popularity of the patient portal is growing day by day since it enhances accessibility for patients and keeps the transparency between the patients and their treatment process. Therefore, hospitals select this to improve their patient satisfaction level and build themselves as a dependable ones. Okay. വളരെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ കൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് എന്താണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സെക്യൂർ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. എന്താണ്, ഇറ്റ് ഈസ് എ സെക്യൂർ ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് HIMS കേട്ടോ. HIMSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഈ ഒരു പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെക്യൂർ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ശരിക്കും ദാറ്റ് അലൗസ് ദ പേഷ്യൻസ്, that helps the patient to access their എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു അല്ലെ. അവർക്ക് അവരുടെ they can view their medical records, അവർക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് വ്യൂ ചെയ്യാനായിട്ട് പറ്റും, അവർക്കത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ് പറയുന്നത്, അറേഞ്ചിങ് ദ ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ എന്ന് പറഞ്ഞാല് ദിസ് പേഷ്യന്റ് പോർട്ടൽ ദാറ്റ് ഹെൽപ്പ് ദ പേഷ്യൻസ് ടു അപ്പോയിന്റ് ദ ഡോക്ടേഴ്സ് അല്ലെ, ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനായിട്ട് സഹായിക്കുന്നു അല്ലെ. പിന്നെന്താണ്, പാസിംഗ് ഇൻഫർമേഷൻ വിത്ത് ദ ഡോക്ടർ എന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ദ പേഷ്യന്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അല്ലെ. ഈ പറയുന്ന പേഷ്യൻസിന് അവരുടെ ഡോക്ടേഴ്സ് ആയിട്ട് നഴ്സുമാരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുന്നു. പിന്നെ എന്താണ്, ചെക്കിംഗ് മെഡിക്കൽ ബിൽസ് ആൻഡ് പ്രോസസിംഗ് പേയ്മെന്റ് ഓൺലൈൻ അല്ലെ എന്ന് വെച്ചാൽ ദേ ഹെൽപ്പ് ദ പേഷ്യന്റ് ടു ഹാൻഡിൽ ദ ബില്ലിങ്സും മറ്റും പേ ചെയ്യാനായിട്ടൊക്കെ പേഷ്യൻസിന് സഹായിക്കും. അപ്പൊ എല്ലാം എന്താണ് ചെയ്യുന്നത്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അതിലൂടെ പേഷ്യൻസിന് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അവർക്ക് മെഡിക്കൽ റെക്കോർഡ്സ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവർക്ക് they can appoint their doctors appointments അല്ലെ, they can book their appointments, അവരുടെ അപ്പോയിന്റ്മെന്റ്സ് അവർക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. they can communicate with their doctors and nurses അല്ലെ, അവരുടെ ഡോക്ടേഴ്സ് നഴ്സുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. and it help the patient to handle their billings, അവരുടെ ബില്ലിങ്സും മറ്റും ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കും. ഇതൊക്കെ എന്താണ് HIMSന്റെ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സംവിധാനത്തിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അത്രയേ ഉള്ളൂ അതിൽ മനസ്സിലാക്കാനുള്ള കൺസെപ്റ്റ് കേട്ടോ. വേറെ കൂടുതൽ പിന്നെ അതിനെ പറ്റി ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ പണ്ട് കാലങ്ങളില് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ പോയി ക്യൂ നിൽക്കണം അല്ലെ. അങ്ങനെയൊക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അങ്ങനെയൊക്കെയുള്ള പണ്ടത്തെ ഒരു കാലഘട്ടമാണ് പറഞ്ഞത്. അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതാണ് പേഷ്യന്റ് പോർട്ടൽ കേട്ടോ. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആർക്കായിരിക്കും, ബെനിഫിറ്റ് ആർക്കാണ്, പേഷ്യൻസിന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസ് ക്യാൻ മാനേജ് ദെയർ ഓൺ കെയർ, അവർക്ക് അവരുടെ കെയർ സ്വയം എന്ത് ചെയ്യാൻ പറ്റും,
മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പേഷ്യൻസ് ക്യാൻ ആക്സസ് ദെയർ സർവീസസ്, അതും 24/7 അല്ലെ. ഈ പറയുന്ന 24/7 പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റൽസിന്റെ സേവനങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്പാരൻസി ഉറപ്പുവരുത്തുന്നു അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഷ്യൻസ് ഹാവ് എ ക്ലിയർ വിസിബിലിറ്റി ടു ദെയർ ട്രീറ്റ്മെന്റ്സ് അല്ലെ. അവരുടെ ട്രീറ്റ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ വിസിബിലിറ്റി അവർക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ പോർട്ടലിലൂടെ അവരുടെ കാര്യങ്ങൾ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കൂ, പിന്നെ ഇവിടെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇറ്റ് എൻഹാൻസസ് ദ ആക്സസിബിലിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് കീപ്സ് ദ ട്രാൻസ്പാരൻസി ബിറ്റ്വീൻ ദ പേഷ്യൻസ് ആൻഡ് ദർ ട്രീറ്റ്മെന്റ് പ്രോസസ്. ഇതാണ് പറഞ്ഞത്, ട്രാൻസ്പാരൻസി ഉറപ്പാക്കുന്നു അല്ലെ. എന്ന് വെച്ചാൽ പേഷ്യൻസ് ഹാവ് ദ വിസിബിലിറ്റി ടു ദയർ ഓൺ ട്രീറ്റ്മെന്റ്സ്. അവർക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ്സിനെ പറ്റിയിട്ട് അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു സുതാര്യത ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Therefore, hospitals select this to improve their patient satisfaction level. അപ്പൊ അതിലൂടെ എന്താണ് നമുക്ക് പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ പേഷ്യന്റ് പോർട്ടൽ ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ദ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇറ്റ് ഈസ് എ സെക്യൂർ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെ. ഇറ്റ് ഈസ് എ സെക്യൂർ ഓൺലൈൻ പ്ലാറ്റ്ഫോം that allows the patient to access their medical records, arranging doctor appointments, അതുപോലെ communicate with their doctors and handling their medical bills, etc. ഇനിയുള്ള സേവനങ്ങളൊക്കെ പേഷ്യൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന HIMSന്റെ ഒരു ഫീച്ചർ ആണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അതിൽ ഇത് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അത്രയും ആവശ്യമില്ല. നമുക്ക് ആ ഒരു പോയിന്റ് മാത്രം കിട്ടിയാൽ മതി കേട്ടോ. കൺസെപ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ പറയാ കേട്ടോ. മെസ്സേജ് ചെയ്താൽ മതി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാ കേട്ടോ. ഓക്കെ. അതാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്ന ഫീച്ചർ. അത് ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫീച്ചർ ഏതാ നോക്കാം. അടുത്തത് ഏതാ നോക്കിയേ? മെഡിക്കൽ ബില്ലിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഫീച്ചർ ഏതാണ്? മെഡിക്കൽ ബില്ലിംഗ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മെഡിക്കൽ ബില്ലിംഗ് എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക? ആർക്കായിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക? ഹോസ്പിറ്റലിന് തന്നെ അല്ലെ. ഹോസ്പിറ്റലിലും അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ആയിരിക്കും ഈ പറയുന്ന ഫീച്ചർ ഏറ്റവും അധികം ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം എന്താണ്. Online medical billing feature controls all the billing works in less amount of time than usual. Gone are the days when the hospital spent a major amount of time controlling all the appointments and billings. Now, with the medical billing feature, the patient's billing, insurance details, patient tracking, and payment process, everything can be managed with this capability. You can even accept a notification alert if there is any delay or other issues in payment, so that you can take action according to the notice. എന്താണ് അവിടെ പറയുന്നത്? ശരിക്കും പറഞ്ഞാല് ദ മെഡിക്കൽ ബില്ലിംഗ് അനദർ ഫീച്ചർ ഓഫ് ദ HIMS ആണ് അല്ലെ. ദാറ്റ് ഹെൽപ്സ് ദ ഹോസ്പിറ്റൽ ടു മാനേജ് ദ ബില്ലിംഗ് ടാസ്ക് അല്ലെ. ബില്ലിംഗ് ടാസ്ക് മോർ എഫിഷ്യന്റ്ലി, സേവിംഗ് ദി ടൈം ആൻഡ് എഫർട്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇത്തരം മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ വളരെ എഫിഷ്യന്റ് ആയിട്ട്, മോർ എഫിഷ്യന്റ്ലി, കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട്, കൂടുതൽ കാര്യക്ഷമമായിട്ട് ഹോസ്പിറ്റലിന് ഈ പറയുന്ന ബില്ലിംഗ് ടാസ്കുകൾ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കും. എന്ന് പറഞ്ഞാല് സേവിങ് മോർ ടൈം ആൻഡ് എഫർട്ട്, കൂടുതൽ സമയം സേവ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ എഫർട്ട് ഒക്കെ സേവ് ചെയ്തുകൊണ്ട് കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട് ഈ പറയുന്ന ബില്ലിംഗ് ടാസ്കുകളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിനെ സഹായിക്കുന്ന HIMSന്റെ ഒരു ഫീച്ചർ ആണ് ഇതെന്ന് പറയുന്നത് മെഡിക്കൽ ബില്ലിംഗ്. ഓക്കെ ആണല്ലോ? മെഡിക്കൽ ബില്ലിംഗ് ദാറ്റ് ഹെൽപ്സ് ദ ഹോസ്പിറ്റൽ ടു മാനേജ് ദ ബില്ലിംഗ് ടാസ്ക് മോർ എഫിഷ്യന്റ്ലി, സേവിങ് മോർ ടൈം ആൻഡ് എഫർട്ട്. കൂടുതൽ ടൈം എഫർട്ട് ഒക്കെ കുറച്ചുകൊണ്ട് കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ട് ബില്ലിംഗ് ടാസ്കുകൾ ചെയ്യാൻ ഹോസ്പിറ്റലിനെ എന്താ പറയുക സഹായിക്കുന്നത് HIMS പറയുന്ന മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്ന ഫീച്ചർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ സഹായിക്കുന്നത് ഇത് പറയുന്നുണ്ട്. They help the health care providers to manage the patient's billing അല്ലെ. പേഷ്യൻസിന്റെ ബില്ലിംഗ് മാനേജ് ചെയ്യാൻ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് എക്സെട്ര. അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് ട്രാക്കിംഗ്
അതായത് പേയ്മെന്റ് പ്രോസസ് എവരിതിങ് ക്യാൻ ബി മാനേജ്ഡ് വിത്ത് കേപ്പബിലിറ്റി. അത് മാത്രമല്ല ദേ കീപ് ദ ട്രാക്ക് ഓഫ് ദ പേയ്മെന്റ് അല്ലെ, ദേ കീപ് ദ ട്രാക്ക് ഓഫ് ദ പേയ്മെന്റ്സ്, ചെയ്യുന്ന പേയ്മെന്റ്സിന്റെ ഒക്കെ കറക്റ്റ് ആ ട്രാക്ക് അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നത് യു ക്യാൻ ഈവൻ ആക്സെപ്റ്റ് എ നോട്ടിഫിക്കേഷൻ അലർട്ട് ഇഫ് ദെയർ ഈസ് എനി ഡിലേ ഓർ എനി ഇഷ്യൂസ് അല്ലെ. അപ്പൊ പേയ്മെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിലേ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാലതാമസം അനുഭവപ്പെടുക, മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കാനും ഈ പറയുന്ന ഒരു ഫീച്ചർ ഹെൽപ്ഫുൾ ആണ് അല്ലെ. കാര്യം പേയ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിലേ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ലോക്ക് ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോസസ്സിൽ എന്തെങ്കിലും കാലതാമസം നേരിടോ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുന്നതിനും ഈ പറയുന്ന ഫീച്ചർ സഹായിക്കുന്നുണ്ട് കേട്ടോ. സെൻഡിങ് ദ നോട്ടിഫിക്കേഷൻ അലർട്ട് ഇഫ് there is any delay or issues in the payment process കേട്ടോ. പേയ്മെന്റ് പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ഡിലേയോ ഇഷ്യൂസോ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അധികാരപ്പെട്ട വ്യക്തികൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുന്നതിനും ഈ പറയുന്ന ഫീച്ചർ സഹായിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ചുരുക്കി പറഞ്ഞ മെഡിക്കൽ ബില്ലിംഗ് ഈസ് എന്താണ് അനദർ ഫീച്ചർ ഓഫ് HIMS ദാറ്റ് ഹെൽപ്സ് ദ പേഷ്യന്റ് ടു മാനേജ് ദ ബില്ലിംഗ് ടാസ്ക് മോർ എഫിഷ്യന്റ്ലി, സേവിംഗ് ടൈം ആൻഡ് എഫർട്ട്. ഓക്കെ, എന്താണ് ദി ഹെൽപ്പ് ദ ഹോസ്പിറ്റൽ ടു മാനേജ് ദ പേഷ്യന്റ് ബില്ലിംഗ്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, ആൻഡ് ദേ കീപ് ദ ട്രാക്ക് ഓഫ് ദ പേയ്മെന്റ്സ് ആൻഡ് സെൻഡിംഗ് ദ നോട്ടിഫിക്കേഷൻ അലർട്ട് ഇഫ് ദെയർ ഈസ് എനി ഇഷ്യൂസ് ഓർ ഡിലേ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയണോ. ടാലീസ മാത്രമാണോ ഓക്കെ പറയുന്നത്? പ്രിൻസി പറയുന്നുണ്ട്. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മടി വിചാരിക്കേണ്ട, പറയണോ കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞേട്ടാ. ഇനി ഒന്ന് വായിച്ചാൽ മതി കേട്ടോ, വായിച്ചാൽ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് കേട്ടോ. അടുത്ത ഫീച്ചറാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. ഇതെന്തായിരിക്കും പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും അല്ലെ. പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ, ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആണ് അല്ലെ. പേഷ്യൻസിന് അവർക്ക് എന്താണ്, അവർക്ക് ഡോക്ടേഴ്സിനെയൊക്കെ അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന HIMS ഒരു സംവിധാനമാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും, പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നതും ഇതേ സംഭവം തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. അതേ പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെ ഉള്ള മറ്റൊരു ഫീച്ചർ തന്നെയാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദ പേഷ്യന്റ് ടു എന്താണ് ബുക്ക് ദെയർ അപ്പോയിന്റ്മെന്റ്സ് വിത്ത് ദ ഡോക്ടേഴ്സ്, അതും 24/7. അതും എന്താ പറയണെന്ന് വെച്ചാൽ വിത്തൗട്ട് വെയിറ്റിംഗ് ഇൻ എ ലൈൻ ഓർ കോളിംഗ് എ ക്ലിനിക്. അതായത് നമുക്കൊരു ക്ലിനിക്കിലേക്ക് വിളിക്കാതെ, അല്ലെങ്കിൽ നമ്മളൊരു ലൈൻ നിൽക്കാതെ, ഒരു ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഈ ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. 24/7, 24 അത്രയും ഫുൾ സേവനമാണ്. ഫുൾ ടൈം അവർക്ക് അത് അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് കേട്ടോ. അതും ബേസ്ഡ് ഓൺ ദെയർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, അതിനായിട്ട് സഹായിക്കുന്ന HIMSന്റെ ഒരു ഫീച്ചറാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അറിയാലോ? അപ്പൊ അതൊന്ന് നമുക്ക് വായിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക. ജസ്റ്റ് ആസ് ദ പേഷ്യന്റ് പോർട്ടൽ, കണ്ടോ, പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെയുള്ള ഒരു സംവിധാനം തന്നെയാണ്. വിത്ത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് the patients can arrange their own appointments by merely logging into their respective accounts. They can book their appointments. They can book their own appointments with the doctors. അതും 24/7. പിന്നെ എന്താ പറയുന്നത്? This way they neither should wait in line in front of the doctor's chamber or clinic, nor require to all the clinic repeatedly to have an appointment. അല്ലെ, അതാണ് പറയുന്നത് വിത്തൗട്ട് വെയിറ്റിംഗ് ഇൻ എ ലൈൻ. അല്ലെ, ഒരു ലൈനിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അതുപോലെ വിത്തൗട്ട് കോളിംഗ് എ ക്ലിനിക്, ക്ലിനിക്കിലേക്ക് വിളിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അല്ലാതെ തന്നെ അവർക്ക് ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്? ഓൾ ദ ഫെസിലിറ്റീസ് വിൽ ബി അവൈലബിൾ 24/7 വിത്ത് ജസ്റ്റ് എ ടാപ്പ്. അല്ലെ, 24/7 എന്താണ് ഈ പറയുന്നത്
പറയുന്ന ഒരു സർവീസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇന്ന ടൈമിലേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. 24/7 അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് അവൈലബിൾ ആയിരിക്കും. They can even go with their convenience with the availability of the doctor and make the appointments accordingly. അല്ലെ, അപ്പൊ അതിന് എന്തിനനുസരിച്ചിട്ടാണ്, ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് അല്ലെ, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ടാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെ നോക്കിയേ, ദിസ് ഫീച്ചർ ഇസ് ബെനിഫിഷ്യൽ ടു ദ കെയർ പ്രൊവൈഡേഴ്സ് ടു. നമ്മൾ പറഞ്ഞു പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആരെയും ഹെൽപ്ഫുൾ ആണ്, ആർക്കും അത് ഉപകാരപ്രദമാണ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയും അതൊരു പരിധി വരെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ സഹായിക്കുന്നത് നോക്കിയേ, they can allot their staff test rooms and specialty apparatus if required. അല്ലെ, ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് they can allot their staff. പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മനസ്സിലാവും ഇത്ര പേഷ്യൻസ് അന്ന് ഇതിന് വരുന്നുണ്ട്, കൺസൾട്ടേഷന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് കിട്ടും. അതനുസരിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, they can allot their staff, അവരുടെ മെഡിക്കൽ സ്റ്റാഫുകൾ അവർക്ക് അലോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ടെസ്റ്റ് റൂംസുകൾ അവർക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ സ്പെഷ്യാലിറ്റി അപ്പാരറ്റ്സ്, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇപ്പൊ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പ്രത്യേക ട്രീറ്റ്മെന്റ് എടുത്തത് വല്ല പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അപ്പാരറ്റസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ സജ്ജമാക്കി വെക്കാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. മനസ്സിലായല്ലോ. പേഷ്യൻസിന് മാത്രമല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഈ പറയുന്ന പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂളിങ്ങിന് അനുസരിച്ചുകൊണ്ട് അവരുടെ സ്റ്റാഫുകളെ അലോക്കേറ്റ് ചെയ്യാനും ടെസ്റ്റ് റൂമുകൾ സെറ്റ് ചെയ്യാനും എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അപ്പാരറ്റസുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം സജ്ജമാക്കുന്നതിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ ഇത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു ഫീച്ചർ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഫീച്ചർ. ഓക്കെ, they help the patients to book their appointments 24/7 without waiting in a line or calling a clinic. അതും based on the availability of the doctors, and it also help the healthcare providers to allot their staff and test rooms and specialty apparatus if required. Okay, clear ആണല്ലോ. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഫീച്ചറിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് ഫീച്ചറിലോട്ട് പോവാം. അടുത്തത് വരുന്നതാണ് ഇ പ്രിസ്ക്രൈബിംഗ്. എന്താണ് ഇ പ്രിസ്ക്രൈബിംഗ്? ഇ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ആണ് കേട്ടോ. ഇ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ആണ് കേട്ടോ. ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻ. ആരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ? ആരാണ് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന ആൾക്കാർ? ആരാണ്? മെഡിക്കൽ പ്രാക്ടീഷണർമാരാണ് അല്ലെ. അപ്പൊ അവർക്ക് ഉപയോഗപ്പെടുന്ന, അതായത് അവരെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. ഇങ്ങനെ ഓൾ മ്യൂട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് this software that helps the medical practitioners to send the prescriptions electronically to the pharmacy. അല്ലെ, ഫാർമസിയിലേക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻസ് സെൻഡ് ചെയ്യാനായിട്ട് മെഡിക്കൽ പ്രാക്ടീഷണർമാരെ സഹായിക്കുന്ന ഒരു എന്താ പറയുക HMSന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. ഓക്കെ, അത് തന്നെയാണ് അവിടെ പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. This software in health information systems accelerates the complete prescription process normally done by the staff members of the medical practitioner's office. അല്ലെ, സ്റ്റാഫുകൾ ചെയ്യുന്ന കാര്യങ്ങള് അല്ലെ, മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഓഫീസിൽ സ്റ്റാഫുകൾ ചെയ്യുന്ന കാര്യങ്ങള് എന്ത് ചെയ്യാണ്? ഈ ഒരു സംവിധാനത്തിലൂടെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാണ് അല്ലെ. നോക്കിയേ, they are able to send and fill the prescriptions of every patient to the pharmacies online. അല്ലെ, ഈ ഒരു സംവിധാനം that help the medical practitioners to send their prescriptions electronically to the pharmacies. അല്ലെ, ഫാർമസിയിലേക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ഇലക്ട്രോണിക്കലി ഈ പറയുന്ന പ്രിസ്ക്രിപ്ഷൻസ് സെൻഡ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്ന HIMSന്റെ ഒരു ഫീച്ചർ ആണ് ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? Also they can trace the entire process and take any action if required.
This way, the whole process becomes quick, safe and free of error. അപ്പൊ ഈ ഒരു രീതിയിൽ മേക്കിംഗ് ദ പ്രോസസ് വെരി സേഫർ, അതുപോലെ തന്നെ ഈസിയർ ആൻഡ് ആക്യുറേറ്റ് അല്ലെ. പ്രത്യേകിച്ച് ആ ഒരു പ്രോസസ്സ് വളരെ സേഫ് ആയിട്ട്, വളരെ ഈസി ആയിട്ട്, അധികം എററുകളൊന്നും പിശകുകളൊന്നും വരാത്ത രീതിയിൽ മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് അവരുടെ പ്രിസ്ക്രിപ്ഷൻസ് ഇലക്ട്രോണിക്കലി ഫാർമസിയിലോട്ട് സെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഫീച്ചർ, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെയാണ്. അതൊരു സോഫ്റ്റ്വെയർ സംവിധാനം തന്നെയാണ് കേട്ടോ. HAMSന്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കി. ഈ പറയുന്ന കൺസെപ്റ്റ് കിട്ടുന്നില്ലേ നോക്കിയേ. The software in health information system accelerates the complete prescription process normally done by the staff members of the medical practitioner's office. They are able to send and fill the prescriptions of every patient to the pharmacies online. Also, they can trace the entire process and take any action is required. This way, the whole process becomes quick, safe and free of error. Okay. Clear ആണല്ലോ ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രൈബിംഗ്. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഇതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. അതൊന്ന് ചുരുക്കി പഠിക്കാം. RPM കേട്ടോ, RPM. RPMന്റെ എക്സ്പാൻഷൻ എന്താണ്? HAMSൽ RPMന്റെ ഫുൾ ഫോം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം അത് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്നാണ്. ഓക്കെ, എന്തായിരിക്കും റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്? പേഷ്യന്റ് മോണിറ്ററിംഗ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. പേഷ്യൻസിന് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. അത് നമുക്ക് മനസ്സിലായി. എന്തായിരിക്കും റിമോട്ട് എന്ന് ഉദ്ദേശിക്കാൻ കാരണം എന്താണ്? റിമോട്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിമോട്ട് ഏരിയ എന്നൊക്കെ പറയുന്നത് എന്താണ്? കുറച്ച് എന്താ പറയാ, എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. റിമോട്ട് എന്ന് പറയുമ്പോൾ ഫ്രം ദ ഡിസ്റ്റൻസ് എന്നുള്ള മീനിങ് ആണ് അല്ലെ. അകലത്തില് അല്ലെ, കൂടുതൽ ഡിസ്റ്റൻസിൽ നമുക്ക് പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന HAMSന്റെ ഒരു ഫീച്ചർ. എന്താ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റിനെ വളരെയധികം ഡിസ്റ്റൻസിൽ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ക്രോണിക് ആയിട്ടുള്ള ക്രോണിക് ഇൽ പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. എന്ന് വെച്ചാൽ ദീർഘനാളത്തെ അസുഖങ്ങളൊക്കെ ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുന്ന പേഷ്യൻസിന് ആ ഒരു അകലമാണ് ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിലാണ് റിമോട്ട് എന്ന് പറഞ്ഞിട്ട്. കൂടുതൽ അകലത്തിൽ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാൻ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രോഗികൾ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. ദീർഘകാലത്ത് രോഗങ്ങളുള്ള അല്ലെങ്കിൽ ദീർഘകാല ട്രീറ്റ്മെന്റുകളൊക്കെ ആവശ്യമായിട്ടുള്ള അത്തരം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനെ അത്രയും കാലയളവുകളോളം അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സംവിധാനം. അങ്ങനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. This is another aspiring feature of health information systems, which enables access to patients' details easily, help care providers deliver the good health care to the patients and mitigate severe condition expenses. അതോടൊപ്പം തന്നെ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ ദ പേഷ്യൻസ് who are experiencing chronic health issues. പറഞ്ഞു മനസ്സിലായോ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ദാറ്റ് മോണിറ്റർ ദ പേഷ്യൻസ് റിമോട്ട്ലി അല്ലെ. ദാറ്റ് മോണിറ്റർ ദ പേഷ്യൻസ് റിമോട്ട്ലി. പേഷ്യൻസിന് വളരെ റിമോട്ട് ആയിട്ട് നനച്ച് കൂടുതൽ കാലയളവ്, അതാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. കൂടുതൽ കാലയളവുകളോട് നമുക്ക് പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞാല് അവരുടെ ഹെൽത്ത് ഡാറ്റകള്, അവരുടെ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ദീർഘകാലം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് ഈ ഒരു സംവിധാനം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കിയേ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ പേഷ്യൻസ് ഹു ആർ എക്സ്പീരിയൻസിങ് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ടു മാനേജ് ദ പേഷ്യൻസ് വിത്ത് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ. കൂടുതൽ കാലമുള്ള ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്ന പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം സഹായിക്കുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് നോക്കിയേ, ഡോക്ടേഴ്സ് യൂസ് ദ ഇൻഫർമേഷൻ ഗാതേർഡ് ത്രൂ RPM for monitoring patients' health status. Also, with these details, they can predict or send the situation that would or else require serious medical intervention. അത് മാത്രമല്ല, they deliver the timely intervention. They deliver the timely intervention. എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള സമയത്തുള്ള ഇടപെടലുകൾ അവര് നടത്താനായിട്ട് ഈ ഒരു സംവിധാനം സഹായിക്കുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? ടൈംലി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സമയത്ത് ഇടപെടാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഇടപെടുന്നതിൽ അത്
ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള പേഷ്യൻസ് ആണെന്ന് വിചാരിക്കുക, സങ്കീർണതകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത്തരം കോംപ്ലിക്കേഷൻസിന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ടൈമിലി കെയർ അവർക്ക് കൊടുക്കുക, കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള പരിചരണം ട്രീറ്റ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില കോംപ്ലിക്കേഷൻസിന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. They can predict or enter the situation that would or else require serious medical interventions. That means കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള കേസുകൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ടൈമിലി ഒരു ഇന്റർവെൻഷൻ നടത്തുന്നതിനും ഈ പറയുന്ന സംവിധാനം സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, അതർ ദാൻ ക്രോണിക് ഹെൽത്ത് കെയർ RPM ഈസ് യൂസ്ഫുൾ ഫോർ അതർ കേസസ് ടു. ഇതുവരെയുള്ള പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് HAMS ആണ് ദാറ്റ് ഹെൽപ്സ് ടു മോണിറ്റർ ദ പേഷ്യന്റ് റിമോട്ട്ലി, അല്ലെ, റിമോട്ട് ആയിട്ട് തന്നെ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡെലിവർ ദ ടൈമിലി കെയർ, അത് കൃത്യമായിട്ടുള്ള സമയത്ത് പരിചരണങ്ങൾ ഡെലിവറി ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. അവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, കോംപ്ലിക്കേഷൻസ് വരുന്നതിന് സാധ്യതയുള്ള കേസുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് വളരെ ടൈമിലി കെയർ തന്നെ കൊടുക്കാൻ ഈ ഒരു സംവിധാനം സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ എന്താ പറയുക ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ടു മാനേജ് ദ ക്രോണിക് ഇഷ്യൂസ്, അല്ലെ, കൂടുതൽ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ക്രോണിക് എന്ന് പറയുമ്പോൾ കൂടുതൽ കാലയളവോളം ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് റിമോട്ട് എന്ന് പറയുന്നത്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ മറ്റ് ഒരു കണ്ടീഷൻ പറയുന്നത് അതർ ദാൻ ക്രോണിക് ഹെൽത്ത് കെയർ RPM ഈസ് യൂസ്ഫുൾ ഫോർ അതർ കേസസ് ടു. എങ്ങനെയുള്ള കേസുകൾക്ക് ഇത് ഉപകാരപ്രദമാണ് നോക്കി, സച്ച് ആസ് കെയർ ഫോർ സീനിയർ സിറ്റിസൺസ്, അല്ലെ, സീനിയർ സിറ്റിസൺസ് ഇപ്പൊ പ്രായമായിട്ടുള്ള ആളുകൾ, അവർക്ക് ഈ പറയുന്ന ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ഒരു സമയമാണ്, അല്ലെ, പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാല് അത് അത്യാവശ്യം ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റാൻ പറ്റുന്ന അസുഖങ്ങളായിരിക്കില്ല, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ട പരിചരണങ്ങള്. പിന്നെ എന്താ പറയുന്നത്, കെയർ ആഫ്റ്റർ ഡിസ്ചാർജിങ് എ പേഷ്യന്റ്, അതായത് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന കെയർ. ഡിസ്ചാർജ് വരെ അവർക്ക് കെയറിങ് കൊടുത്തിട്ടുണ്ട്, ഡിസ്ചാർജിന് ശേഷം അവർക്ക് ആഫ്റ്റർ കെയറും ഒക്കെ കൊടുക്കണം. അപ്പൊ കുറെ കൂടെ ക്രോണിക് ആയിട്ടുള്ള ഒരു കെയർ അല്ലേ അവർ കൊടുക്കുന്നത്. പിന്നെന്താണ്, ട്രീറ്റ്മെന്റ് ഫോർ ദ ബിഹേവിയറൽ ഹെൽത്ത്. ബിഹേവിയറൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെക്കണം കേട്ടോ. ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയറൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ ചില മെന്റൽ ട്രോമയൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം രോഗികൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ, അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ, അതെന്നൊക്കെ പറയുമ്പോൾ ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ട്രോമ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കുറച്ച് ദീർഘകാലം എടുത്തിട്ട് വേണം നമുക്ക് അതിനൊരു ട്രീറ്റ്മെന്റും കെയറും ഒക്കെ കൊടുത്തിട്ട് വേണം അവരെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആൽക്കഹോൾസ്, ഡ്രഗ്സ്, അതിനോടൊക്കെയുള്ള അഡിക്ഷൻസ് ഒക്കെ ഉള്ള ആളുകളുണ്ട്, അത്തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ അവർക്കായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റുകൾ, പരിചരണം, അങ്ങനെയുള്ള സേവനങ്ങളും അത്തരം കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനും ഈ പറയുന്ന ഫീച്ചർ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ചിന്തിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുവിധം ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ്, അല്ലെ. സീനിയർ സിറ്റിസൺസിന്റെ കെയർ, അതുപോലെ തന്നെ കെയർ ആഫ്റ്റർ ഡിസ്ചാർജിങ് പേഷ്യന്റ്, ട്രീറ്റ്മെന്റ് ഫോർ ദ ബിഹേവിയറൽ ഹെൽത്ത് ഇഷ്യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, അതെന്നൊക്കെ പറയുമ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്ന HAMS ഫീച്ചറാണ് RPM എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ എക്സ്പാൻഷൻ ഇതാണ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. അത് അങ്ങനെയും പറയാം, അല്ലെങ്കിൽ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയാം. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല, ഒരു പ്രാവശ്യം ഇത് പഠിച്ചിട്ടുണ്ട്. എവിടെയെന്ന് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയാട്ടോ. അങ്ങനെ പറയാം. എവിടെ കേട്ടിട്ടുണ്ട്? മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ ഒരു ഫസ്റ്റ് ഭാഗത്ത് തന്നെ വരുന്നുണ്ട്, അല്ലെ, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, അല്ലെ. അതായത് ഒരു രോഗിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവരുടെ ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒരു സംവിധാനമാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. അത് നമുക്ക് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അതും എന്താണ്, HAMSന്റെ ഒരു സംവിധാനമാണ്, ഒരു ഫീച്ചറാണ്, അതിന്റെ ഒരു ടെക്നോളജിക്കൽ ഫീച്ചറാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഹാസ്
gathered popularity across many hospitals and large organizations of medical practices. With this technology, one requires to feed the patient's information once. After that, it gets connected to the numerous databases, and therefore, this data can be useful in the future for the other lab test and clinical departments. Finding the data manually every time is not needed then. The ease of access to a patient's details is the most important benefit of using the master patient index. Also, it is totally automated, minimizes the possibility of errors, and improves the safety of the information. Okay, എന്താണ് അവിടെ പറയുന്ന കാര്യങ്ങള്? അതായത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് HIMS ആണ് കേട്ടോ. കാര്യം നമ്മളിവിടെ പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിൽ നമ്മൾ ഒരു പ്രാവശ്യം വൺസ് ദ പേഷ്യന്റ് ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ഓരോ വിസിറ്റിംഗിന്റെ സമയത്ത് നമുക്കത് വീണ്ടും വീണ്ടും രോഗിയുടെ വിവരങ്ങൾ നമ്മൾ എന്താ പറയാ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം, സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ടോ? വരുന്നില്ല. ഒരേ ഒരു പ്രാവശ്യം മാത്രം എന്ത് ചെയ്താൽ മതി? പേഷ്യന്റിന്റെ വിവരങ്ങൾ ആ ഒരു ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്താൽ മതി അല്ലെ. പിന്നീട് ഓരോ വിസിറ്റിംഗിന്റെ സമയത്ത് വീണ്ടും വീണ്ടും നമ്മൾ വിവരങ്ങൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ പറയുന്ന പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ദാറ്റ് എന്താ പറയാ സ്റ്റോർ ദ പേഷ്യന്റ് ഇൻഫർമേഷൻസ് എന്താ പറയാ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് കേട്ടോ. അതായത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ദ പേഷ്യന്റ് ഇൻഫർമേഷൻസ് ഇൻ എ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്. അതായത് ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് സംവിധാനത്തിന് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിന് എന്ത് സഹായിക്കുന്നു? ഈ പറയുന്ന മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് സഹായിക്കുന്നു. അത് മാത്രമല്ല, ഈ സെൻട്രൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇറ്റ് കണക്ട്സ് ടു ദ മൾട്ടിപ്പിൾ ഡാറ്റാബേസസ്. അതായത് ഈ ഒരു സെൻട്രൽ ഡാറ്റാബേസിൽ വിവരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ലിങ്ക്സ് ടു ദ മൾട്ടിപ്പിൾ ഡാറ്റാബേസസ്. മറ്റുള്ള മൾട്ടിപ്പിൾ ഡാറ്റാബേസുമായിട്ട് ഇത് എന്താണ്? കണക്റ്റഡ് ആണ്. എന്താണ് മൾട്ടിപ്പിൾ ഡാറ്റാബേസുമായിട്ട് കണക്റ്റഡ് ആയുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? അതായത് ദ പേഷ്യൻസ് ഇൻഫർമേഷൻ ക്യാൻ ആക്സസ് ഇൻ അക്രോസ് ദ എനി ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നമുക്ക് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പേഷ്യന്റ് ആണെന്ന് ഇരിക്കട്ടെ. അവര് വരുമ്പോൾ അവരുടെ വിവരങ്ങളെല്ലാം നമ്മൾ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പൊ അതൊരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിനകത്താണ് ഈ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ദിസ് ഡാറ്റാബേസ് ഇസ് കണക്റ്റഡ് ടു അതർ ഡാറ്റാബേസ്, മൾട്ടിപ്പിൾ ഡാറ്റാബേസസുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഇനി അപ്പൊ ആ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പേഷ്യന്റ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് അതേ ഹോസ്പിറ്റലിൽ ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് ഇതേ പേഷ്യന്റ് അവിടെ വരികയാണ്, ആ ഹോസ്പിറ്റലിൽ വരികയാണ്. പൾമണോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പേഷ്യന്റ് വരുന്നതിരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന പേഷ്യന്റിന്റെ വിവരങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ട്, അവിടുത്തെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് കിടപ്പുണ്ട്. ആ ഡാറ്റാബേസ് മറ്റു പല ഡിപ്പാർട്ട്മെന്റ്സുകളുടെ ഡാറ്റാബേസുമായിട്ടും ഓൾറെഡി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഈ പറയുന്ന പേഷ്യന്റിന്റെ വിവരങ്ങൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതാണ് പറയുന്നത് ദ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ദാറ്റ് ഹെൽപ്സ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻസ് സ്റ്റോർഡ് ഇൻ എ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്. This centralized database that leads to the multiple databases. That means they can access the patient information across the departments. ഏത് ഡിപ്പാർട്ട്മെന്റുകളിലും എന്ത് ചെയ്യാൻ പറ്റും? ആ പേഷ്യന്റിന്റെ വിവരങ്ങൾ അതുവഴിയായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇറ്റ് റിഡ്യൂസസ്, ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, ഇറ്റ് റിഡ്യൂസസ് എന്താ പറയാ മാനുവൽ സെർച്ചിങ്ങിനത് ഒരുപാട് റിഡ്യൂസ് ചെയ്യുന്നത്. മാനുവലി ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു ഇതിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് ഫുൾ എന്താണ്? ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനും ഈസി ആയിട്ട് ഡാറ്റ റിട്രീവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്നുകൂടെ ജസ്റ്റ് വായിക്കാം. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് അഥവാ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് അങ്ങനെ പറയാം കേട്ടോ. ഹാസ് ഗാതേർഡ് പോപ്പുലാരിറ്റി അക്രോസ് മെനി ഹോസ്പിറ്റൽസ് ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ ഓഫ് മെഡിക്കൽ പ്രാക്ടീസസ്. വിത്ത് ദിസ് ടെക്നോളജി വൺ റിക്വസ്റ്റ് ടു ഫീഡ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ വൺസ്. ഒരു തവണ മാത്രം എന്ത് ചെയ്താൽ മതി? പേഷ്യന്റിന്റെ വിവരങ്ങൾ അവിടെ സ്റ്റോർ ചെയ്താൽ മതി. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് കണക്റ്റഡ് ടു ന്യൂമറസ് ഡാറ്റാബേസസ്. പറഞ്ഞല്ലോ, ആ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ന്യൂമറസ് ഡാറ്റാബേസസ്
for multiple databases. Therefore, this data can be useful in the future for other lab test and clinical departments. അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ വിവരങ്ങൾ മറ്റുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകൾക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, ഫൈൻഡിങ് ദ ഡാറ്റ മാനുവലി എവറി ടൈം ഇസ് നോട്ട് നീഡഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാനുവൽ സെർച്ചിങ് ഓരോ സമയത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ദ ഈസ് ഓഫ് ആക്സസ് ടു എ പേഷ്യന്റ് ഡീറ്റെയിൽസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ആ ഒരു പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇതാണ് ദ ഈസ് ഓഫ് ആക്സസ് ടു എ പേഷ്യന്റ് ഡീറ്റെയിൽസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ് ഓഫ് യൂസിങ് ദ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് പേഷ്യന്റിന്റെ വിവരങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് നോക്കിയേ. ആൾസോ ഇറ്റ് ഈസ് ടോട്ടലി ഓട്ടോമേറ്റഡ്. ഇത് ടോട്ടലി എന്താണ്? ഓട്ടോമേറ്റഡ് ആണ് അല്ലെ. എന്നുവെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, ഓട്ടോമേറ്റഡ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ മിനിമൈസസ് ദ പോസിബിലിറ്റി ഓഫ് എറേഴ്സ്. എറേഴ്സ് വരാനുള്ള ചാൻസ് അവിടെ കുറവാണ്. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദ സേഫ്റ്റി ഓഫ് ദി ഇൻഫർമേഷൻ. അതോടൊപ്പം തന്നെ എന്താണ്, ആ ഇൻഫർമേഷന്റെ സേഫ്റ്റിയും അത് ഉറപ്പാക്കുന്നുണ്ട്. മനസ്സിലായോ? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ഓൾറെഡി നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡ് അതാണ് സിമ്പിൾ ആയിട്ടേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പേഷ്യന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. മനസ്സതിൽ പേഷ്യന്റ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓരോ വിസിറ്റിങ്ങിലും അത് ആക്സസ് ചെയ്യേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇവിടെ പേഷ്യന്റ് ഇൻഫർമേഷൻ സ്റ്റോർ ഇൻ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്. ദിസ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് is linked to multiple databases, so the patient's details can access across any departments. ഏത് ഡിപ്പാർട്ട്മെന്റും പേഷ്യന്റ് ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് ടോട്ടലി ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് മിനിമൈസസ് ദ പോസിബിലിറ്റി ഓഫ് എറേഴ്സ്. എറേഴ്സിനെ കുറയ്ക്കുന്നു. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദ സേഫ്റ്റി ഓഫ് ദ ഇൻഫർമേഷൻ. ഇൻഫർമേഷന്റെ സേഫ്റ്റിയും അത് മെച്ചപ്പെടുത്തുന്നു. ഓക്കെ ആണോ പറഞ്ഞ പോയിന്റുകള്? ഓക്കെ ആണോ? മനസ്സിലായല്ലോ? ഇനി അടുത്തത് കേട്ടോ, റാപ്പിംഗ് ഇറ്റ് അപ്പ്. അത് പോയിന്റ് അല്ല കേട്ടോ. റാപ്പിംഗ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നത് പോയിന്റ് അല്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സംഗ്രഹിച്ച് അവിടെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതിങ്ങനെ ആരോ ഇട്ടപ്പോ അത് പോയിന്റ് ആണെന്ന് വിചാരിക്കേണ്ട. റാപ്പിംഗ് ഇറ്റ് അപ്പ് മീൻസ് അതിലൊന്ന് മൊത്തത്തിൽ ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഷോർട്ട് ചെയ്തിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. Wrapping it up, health information systems will go on to bring changes in healthcare services. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു അല്ലെ. ഇത്രയൊക്കെ ഫീച്ചറുകൾ ഉണ്ട്. പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്ന സംവിധാനമുണ്ട്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്, മെഡിക്കൽ ബില്ലിംഗ് ആണെങ്കിൽ ബില്ലിംഗ് ടാസ്കുകൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഈ ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ് ആണെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണർ ഇലക്ട്രോണിക്കലി പ്രിസ്ക്രിപ്ഷൻ ഫാർമസിയിലോട്ട് അയക്കാനായിട്ട് സഹായിക്കുന്നു. RPM ആണെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ആണെങ്കിൽ രോഗിയുടെ വിവരങ്ങൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതെല്ലാം തന്നെ HAMSന്റെ ഓരോ ഫീച്ചേഴ്സുകളാണ് അല്ലെ. ഇങ്ങനെ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പ്രവർത്തനം വളരെ സുഗമമായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിനെയാണ് അവിടെ ഷോർട്ട് ചെയ്തവർ പറഞ്ഞിരിക്കുന്നത്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് വിൽ ഗോ ഓൺ ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ സർവീസ്. ഈ ഒരു HIMS എന്ന് പറയുന്ന സംവിധാനം അത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലെ. നല്ല മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മോശം മാറ്റങ്ങളല്ല, ഒരുപാട് നല്ല മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. With the assistance of the powerful systems in hospitals and the medical procedures, not only will the efficiency of the professionals be increased, but also their work will become easier and organized. അല്ലെ. അത് ശരിക്കും പറഞ്ഞ ഹോസ്പിറ്റലിലും അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് അല്ലെ. എന്ന് വെച്ചാൽ അവരുടെ ജോലികൾ അത് കുറെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അവരുടെ ജോലികൾ അത് കുറെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ലഘൂകരിക്കുന്നുണ്ട്. അവരുടെ വർക്ക് കുറെ കൂടെ ഈസി ആക്കാൻ പറ്റി, കുറെ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് അവർക്ക് അവരുടെ വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കാര്യം എല്ലാം ഓട്ടോമാറ്റഡ് ആണ്. HAMSന്റെ ഒരു പിന്തുണയോടുകൂടി വർക്കുകൾ ചെയ്യുമ്പോൾ മാനുവലി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, HAMS ചെയ്യുന്നുണ്ട്. അപ്പൊ ഒത്തിരി ടൈം നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. As a result, they focus on giving better care to the patients and improving the patient engagement and attendance. അപ്പൊ ആ കിട്ടുന്ന സമയം അത്രയും കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആയി കഴിയുമ്പോൾ അങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ ഉള്ള ആ ഒരു സമയം അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാഫുകൾക്ക് അത്രയും സമയം അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റി. ആ സേവ് ചെയ്യുന്ന ടൈം അവർക്ക് പേഷ്യൻസിന് കൂടുതൽ ബെറ്റർ കെയർ കൊടുക്കാനും അത് ആ രീതിയിൽ പേഷ്യന്റിൽ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാനും അത് സ്വാഭാവികമായിട്ട് എന്തിനും ഇൻക്രീസ് ചെയ്യും, പേഷ്യന്റിന്റെ കണ്ടന്റ്മെന്റ് അല്ലെ, പേഷ്യന്റിന്റെ സംതൃപ്തി, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
In short, HIS offers a win-win situation for both the patients and the healthcare providers when it comes to defining care delivery services. ചുരുക്കി പറഞ്ഞ HIS അല്ലെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് പേഷ്യൻസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഒരുപോലെ എന്താണ് വളരെയധികം ഒരുപോലെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനമാണ് HIS. പ്രത്യേകിച്ച് അവരുടെ സർവീസുകളൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിനും അതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് HIS എന്ന് പറയുന്നത് അല്ലെ, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇത്രയും വരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത്രയും പറഞ്ഞ പോയിന്റുകൾ ഒരു 2 minutes നിങ്ങളൊന്ന് വായിച്ചു നോക്കി. നമ്മളിപ്പോ എത്ര പോയിന്റുകൾ പഠിച്ചു? 1, 2, 3, അതുപോലെ 4, 5, 6 6 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. 6 പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കി. ഒരു 2 minutes ഒന്ന് വായിച്ചു നോക്കി. പേഷ്യന്റ് പോർട്ടൽ, മെഡിക്കൽ ബില്ലുകൾ അതൊക്കെ വായിക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ മനസ്സിലായെന്ന് നോക്കും. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയില്ലേ എല്ലാവരും? മനസ്സിലായല്ലോ? നെക്സ്റ്റ് കേട്ടോ, അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോവാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്ന് പറഞ്ഞാല് ഇനി നമ്മൾ പഠിക്കുന്ന ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റങ്ങളുടെ വിവിധ തരത്തിൽപ്പെട്ട ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, CIS എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അതെന്താണ്? ഈ ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മൾ ഇത്രയും പറഞ്ഞത് HIMS-നെ പറ്റിയാണ് അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതെന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആസ്പെക്ടുകളും മാനേജ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് HIS എന്ന് പറയുന്നത്. HIMS അതിന്റെ തന്നെ ചെറിയൊരു കമ്പോണന്റ് ആണ് ഇതെന്ന് പറയുന്നത് ശരിക്കും ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്. ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം കൂടുതൽ എന്തിനെ മാനേജ് ചെയ്യാനായിട്ടായിരിക്കും സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു മാനേജ് ദ ക്ലിനിക്കൽ ഡാറ്റ ആൻഡ് പേഷ്യന്റ് കെയർ അല്ലെ. ഈ പറയുന്ന പേഷ്യന്റിന്റെ ക്ലിനിക്കൽ ഡാറ്റകൾ, പേഷ്യന്റ് കെയറുകളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന HIMS-ന്റെ തന്നെ. HIMS ഒരു വലിയ ബ്രോഡർ കൺസെപ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആസ്പെക്ടുകളും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സംവിധാനമാണ്. അതിനെ പറ്റിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുഴുവൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ തന്നെ ഒരു ചെറിയ കമ്പോണന്റ് ആയിട്ട് വരും എന്ത്? ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് തന്നെ ഏകദേശം നാല് ടൈപ്പുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ.
EHR പഠിക്കാനുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പഠിക്കാനുണ്ട്. പിന്നെ എന്താ പറയാ, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS LIS എന്നൊക്കെ പറയാം. നിങ്ങള് ലബോറട്ടറി സർവീസിനകത്ത് ഈ പേരൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അല്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇല്ല, ഞാന് ഇപ്പൊ ടൈം ഉള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മിസ്സിന് വേറൊരു പോർഷനും കൂടെ കവർ ചെയ്യാനുണ്ടല്ലോ. മിസ്സിന് എനിക്ക് തോന്നുന്ന റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാനുണ്ട്. അപ്പൊ എനിക്കുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ എന്തായാലും എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി പെൻഡിങ് വരുവാണെങ്കിൽ അത് മിസ് എടുക്കും കേട്ടോ. ഇന്നത്തെ ക്ലാസ്സില് അറ്റൻഡൻസ് ഉണ്ടാവില്ല, അറ്റൻഡൻസ് ലീവാണ്. അപ്പൊ ഞാൻ തന്നെ ആയിരിക്കും എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ മാക്സിമം പറ്റുന്നത് ഞാൻ കവർ ചെയ്യാം. ബാക്കി ബാലൻസ് വരുവാണെങ്കിൽ മിസ്സും കൂടെ ഷെയർ. മിസ്സിന് ഓൾറെഡി ചാപ്റ്റർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, മിസ് കഴിയുമ്പോ മിസ് നോക്കിക്കോളും. ഓക്കെ, ഇനി ഇൻ കേസ് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മിസ്സും കൂടെ ഷെയർ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന അവരിൽ ഞാൻ നോക്കാം, പറ്റുന്നത് ഞാനൊന്ന് എടുക്കാൻ നോക്കാം. അപ്പൊ നോക്കുക കേട്ടോ, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്. അപ്പൊ CIS എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് HAMSന്റെ തന്നെ ചെറിയൊരു കമ്പോണന്റ് ആയിട്ട് വരും ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് പല ടൈപ്പുകളുണ്ട് കേട്ടോ. 4 ടൈപ്പ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് പഠിക്കാനുണ്ട്. ഇനി ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് സാധാരണ നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്ന പോലത്തെ ഇപ്പോഴും ഉണ്ട്, എങ്കിലും കൂടുതലും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ് ഇന്നിപ്പോ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും സാധാരണ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ LIMS, അതായത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇത് നിങ്ങൾ ലബോറട്ടറി സർവീസ് പഠിച്ചപ്പോൾ അതിനകത്ത് എവിടെയോ പറഞ്ഞു പോയിട്ടുണ്ട്. LIS എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ വർക്ക് ഫ്ലോ സ്മൂത്ത് ആയിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്ന LIMS സംവിധാനമുണ്ട്. പിന്നെ അതൊരു ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, RIS എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. പിന്നെ വന്നിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, അങ്ങനെ ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് സിസ്റ്റംസ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി ഇതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന്റെ ഒന്നാമത്തെ ടൈപ്പ്, ഫസ്റ്റ് ടൈപ്പ് ആണ് കേട്ടോ. ഒന്നാമത്തെ ടൈപ്പ് നോക്കിയേ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR. ഇതാണ് EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. പഠിച്ചു വെക്കണം കേട്ടോ. EHRന്റെ ഫുൾ ഫോം ചോദിക്കും നിങ്ങളോട്. നിങ്ങൾ പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആണ്. ചിലപ്പോ ഇങ്ങനെയും പറയാറുണ്ട്, EMRS എന്ന് പറയും. EMRS ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് റെക്കോർഡും സെയിം ആണെന്ന് നമുക്കറിയാമല്ലോ. EHR എന്നും പറയാറുണ്ട്, EMR എന്നും പറയാറുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇലക്ട്രോണിക് ഹെൽത്ത്, എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ കുറെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് നമുക്ക് ആ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നോക്കാം, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR is the systematized body of patients and population electronically recorded health information in a digital format. Okay, these records can be shared across different healthcare settings. Records are shared through network connected enterprise-wide information systems or other information networks and exchanges. EHRs may consist of a range of data that includes demographics, medical history, medication and allergies, immunization status, laboratory test result, radiology images, vital signs, personal statistics such as age and weight, and billing information. എന്താണ് അവിടെ പറഞ്ഞ കാര്യങ്ങള്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് അതൊരു ഡിജിറ്റൽ ഫോർമാറ്റിലാണ്. ഓക്കെ, ഡിജിറ്റൽ ഫോർമാറ്റില് ഈ പറയുന്ന പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് ഒക്കെ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യുന്ന, ഡിജിറ്റൽ ഫോർമാറ്റില് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് EHR. അതാണ് EHR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിജിറ്റൽ ഫോർമാറ്റില് ഈ പറയുന്ന പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് ഒക്കെ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് EHR എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡിജിറ്റൽ ഫോർമാറ്റില് രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം, അതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ റെക്കോർഡ്സിൽ ഒരു പ്രത്യേകത ഉണ്ട്. EHRs have the sharing capability. ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ എന്തുണ്ട്? ഷെയറിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. ഷെയറിംഗ് കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദീസ് റെക്കോർഡ്സ് ക്യാൻ ബി ഷെയർഡ് അക്രോസ് ദ ഡിഫറെന്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് അല്ലെ. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ
സെറ്റിംഗ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇത് ഓൺലൈനായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷെയർ ചെയ്യാം. കാരണം ഇതെല്ലാം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ പേപ്പർ റെക്കോർഡ് പോലെയല്ല, ഈസി ആയിട്ട് ഓൺലൈൻ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡിഫറെന്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം റെക്കോർഡ്സുകളെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് ഷെയറിംഗ് കേപ്പബിലിറ്റി. ഇനി എങ്ങനെയൊക്കെയാണ് ഇത് ഷെയർ ചെയ്യുന്നത്? ഏതൊക്കെ രീതിയിലാണ് ഇത് ഷെയർ ചെയ്യുന്നത് നോക്കിക്കേ. The records are shared through network connected enterprise wide information systems or other information network and exchanges. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് റെക്കോർഡുകൾ ഷെയർ ചെയ്യാൻ പറ്റും? ത്രൂ നെറ്റ്വർക്ക് കണക്ടേഴ്സ്, നെറ്റ്വർക്ക് കണക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റംസ്, IT കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട്, അതാണ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ആൻഡ് എക്സ്ചേഞ്ചസ്, ഇന്റർനെറ്റ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന റെക്കോർഡ്സുകൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിഫറെന്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് EHR may consist of, അതായത് ഒരു EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റ. എന്നുവെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഡാറ്റ. അത് വളരെ സമഗ്രമായിട്ടുള്ള ഡാറ്റകളാണ് ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. എന്തൊക്കെ ഡാറ്റകളാണ് നോക്കിക്കേ? ഡെമോഗ്രഫിക്സ് അല്ലെ. ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. നമ്മളിപ്പോ ഒരു രോഗി ആദ്യം വരുന്നവരുടെ പേര്, അയാളുടെ അഡ്രസ് അല്ലെ, അയാളുടെ ഏജ്, റിലീവ് ചെയ്യാൻ, അല്ലെങ്കിൽ അയാളുടെ കമ്മ്യൂണിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തില്ലേ? അതാണ് ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ രോഗിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ ഡെമോഗ്രഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പറഞ്ഞ കാര്യമാണ് കേട്ടോ. പിന്നെ വരുന്നത് മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ മെഡിക്കേഷൻ ആൻഡ് അലർജീസ്. ഏതെങ്കിലും അവരുടെ ഫുൾ മെഡിക്കൽ ഹിസ്റ്ററി അതിനകത്ത് ഉണ്ടായിരിക്കും. ഏതെങ്കിലും മെഡിക്കേഷൻസിന് അവർക്ക് അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് അല്ലെ, അവരുടെ പ്രതിരോധപരമായിട്ടുള്ള അവരുടെ ആ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്, പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ അവർ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ, അവരുടെ ഇമ്മ്യൂണോളജിക്കൽ അവരുടെ ആ ഒരു രീതി അല്ലെ, അവരുടെ ഇമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടുള്ള ധാരണ. അതുപോലെ തന്നെ ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട്, ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ, റേഡിയോളജി ഇമേജസ്, സ്കാനിങ്ങോ എക്സ്റേ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമേജസ്, വൈറ്റൽ സയൻസ്. വൈറ്റൽസ് എടുക്കാറില്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ? നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കുന്നു, നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ടെമ്പറേച്ചർ നോക്കുന്നു അല്ലെ, അങ്ങനെയുള്ള വൈറ്റൽ സയൻസ്. പിന്നെ പറയുന്നുണ്ട് പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് ഏജ്, വെയിറ്റ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻസ്. ഇതെല്ലാം തന്നെ അതിനകത്ത് രേഖപ്പെടുത്തുന്ന അവരുടെ ഏജ്, അവരുടെ വെയിറ്റ്, അവരുടെ ബില്ലിംഗ് സംബന്ധമായിട്ടുള്ള ഇൻഷുറൻസ് ഓഫ് ബില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഏതിനകത്ത് ഉണ്ടായിരിക്കും? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനകത്ത് ഉണ്ടായിരിക്കും. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോംപ്രിഹെൻസീവ് ഡാറ്റ. വളരെ സമഗ്രമായിട്ടുള്ള ഡാറ്റയാണ് EHRനകത്ത് എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോർമാറ്റില് ഈ പറയുന്ന പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക സംവിധാനമാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR എന്ന് പറയുന്നത്. പിന്നെ EHR ഹാവ് ദ ഷെയറിംഗ് കേപ്പബിലിറ്റി അല്ലെ, അതിന്റെ ഷെയറിംഗ് കേപ്പബിലിറ്റി മീൻസ് ദീസ് റെക്കോർഡ്സ് ക്യാൻ ബി ഷെയർഡ് അക്രോസ് ദ ഡിഫറെന്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് അല്ലെ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഈ പറയുന്ന റെക്കോർഡ്സ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദീസ് റെക്കോർഡ്സ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? ദീസ് റെക്കോർഡ്സ് ആർ ഷെയർഡ് ത്രൂ ദ ഇതിലൂടെയൊക്കെയാണ് ഈ പറയുന്ന നെറ്റ്വർക്ക്സ്, കണക്ടേഴ്സ് അല്ലെ, അങ്ങനെയുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ചസ് ഒക്കെ മുഖേനയാണ് ഈ പറയുന്ന എന്താ പറയാ റെക്കോർഡ്സുകളൊക്കെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ദാറ്റ് കൺസിസ്റ്റ് കോംപ്രിഹെൻസീവ് ഡാറ്റ ലൈക്ക് ഡെമോഗ്രഫിക്സ്, മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കേഷൻ അലർജീസ്, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ലാബ് ടെസ്റ്റ് റിസൾട്ട്, റേഡിയോളജി ഇമേജസ്, വൈറ്റൽ സയൻസ്. അതോടൊപ്പം തന്നെ പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പേഷ്യൻസ് ലൈക്ക് ഏജ്, വെയിറ്റ്, ബില്ലിംഗ് ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഈ പറയുന്ന റെക്കോർഡിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായ? ആദ്യത്തെ പാരഗ്രാഫിൽ അതാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്നുള്ള ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഓക്കെ, ഷിഫിനെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അതിനെ വേണ്ടിയിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? ഷിഫിന തുടങ്ങുന്നുണ്ടെങ്കിലെല്ലാം ഓക്കെ. നേരെ വരില്ലേ കയറിപ്പോ. അടുത്തത് നെക്സ്റ്റ് കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളുടെ ചില എന്താ പറയാ
ബെനിഫിറ്റുകൾ കേട്ടോ, ബെനിഫിറ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. കേട്ടോ, ഫോർ സെവറൽ ഡെക്കേഡ്സ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഹാവ് ബീൻ ഇവാലുവേറ്റഡ് ആസ് അതിന്റെ ബെനിഫിറ്റ് അല്ല അതിന്റെ ഇമ്പോർട്ടൻസ്. ആദ്യം നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അതിനെ പറ്റിയാണ് ഈ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. For several decades, electronic health records have been evaluated as a key to enhancing the quality care. Electronic health records are used for other reasons than charting for patients. Today, providers are using the data from the patient records to enhance the quality outcomes by means of their care management programs. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അഥവാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് എൻഹാൻസ് ദ പേഷ്യന്റ് കെയർ ആൻഡ് ഔട്ട്കംസ് അല്ലെ. ഇതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് എൻഹാൻസ് ദ പേഷ്യന്റ് കെയർ ആൻഡ് ഔട്ട്കംസ്. നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങൾ, ആ പരിചരണത്തിലൂടെ നല്ലൊരു ഔട്ട്കംസ് അല്ലെ, നല്ലൊരു പോസിറ്റീവ് ആയിട്ടൊരു റിസൾട്ട് എൻഹാൻസ് ചെയ്യുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഇവർ പറയുന്നത്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ദ വാല്യുബിൾ ഡാറ്റ ഫോർ ദ കെയർ മാനേജ്മെന്റ് കേട്ടോ, കെയർ മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻസ്. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് എന്താണ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഡാറ്റ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാല്യുബിൾ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ കെയർ മാനേജ്മെന്റ് പ്രോസസ്സുകൾ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ ഒരു എന്താ പറയാ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. പ്രൊവൈഡേഴ്സ് ആർ യൂസിങ് ദ ഡാറ്റ ഫ്രം ദ പേഷ്യന്റ് record to enhance the quality outcomes by means of their care management programs. Okay, clear ആയോ പറഞ്ഞത്? EHR എന്ന് പറയുന്നത് it provides the valuable data for the care management അല്ലെ and innovations. നമുക്ക് നല്ല രീതിയിൽ കെയർ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ വാല്യുബിൾ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്, EHR combines all patient demographics into a large pool and uses this information to help with the creation of new treatments or innovations in healthcare delivery, which overall improves the costs in healthcare. പിന്നെ മാത്രമല്ല ഇങ്ങനെ ഈ പറയുന്ന ഹെൽത്ത് കെയർ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടല്ലോ, ദാറ്റ് കമ്പെയിൻസ് ഓൾ ദ പേഷ്യന്റ് ഇൻഫർമേഷൻസ് ടുഗദർ. എല്ലാ പേഷ്യന്റിന്റെ എല്ലാ ഡാറ്റകളും അവർ ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടോ കമ്പൈൻ ചെയ്തിട്ട് എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ദ ന്യൂ ട്രീറ്റ്മെന്റ്സ് ഓർ ഇന്നോവേഷൻസ് ഇൻ ഹെൽത്ത് കെയർ ഡെലിവറി. അല്ലെ, ഈ പറയുന്ന ആരോഗ്യ പരിചരണ വിതരണത്തിന്, ആരോഗ്യ പരിചരണ സേവനങ്ങളില് പുതിയ ട്രീറ്റ്മെന്റുകള് അല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന് നമ്മളൊരു പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള എല്ലാവിധ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്യാദർ ചെയ്യാണ്, പരസ്പരം കമ്പൈൻ ചെയ്യാണ്. അത് കമ്പൈൻ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകൾ ഉപയോഗിച്ച് നമ്മൾ പുതിയ ട്രീറ്റ്മെന്റുകള് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പരിസരത്തിൽ പുതിയ പുതിയ ചില മാറ്റങ്ങൾ, പുതിയ ചില അപ്ഡേഷൻസ്, ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ മാനുവലി ചെയ്യുന്നതിനേക്കാളും വളരെ ആക്യുറേറ്റ് ആയിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനകത്ത് വിവരങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും, അധികം തെറ്റുകളൊന്നും വരാതെ. അപ്പൊ അത് നമുക്ക് അതിലെ ഡാറ്റകൾ കമ്പൈൻ ചെയ്തിട്ട് പുതിയ ട്രീറ്റ്മെന്റ്സുകൾ, പുതിയ ഇന്നോവേഷൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, കമ്പൈനിങ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഡാറ്റ ഫ്രം ദ സിസ്റ്റംസ് ഹെൽത്ത് റെക്കോർഡ്സ് ഹാസ് ഈൽഡഡ് ക്ലിനിഷ്യൻസ് റെക്കഗ്നൈസ് ആൻഡ് സ്ട്രാറ്റിഫൈ ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറഞ്ഞത് ദാറ്റ് ഹെൽപ്പ് ദ പ്രൊവൈഡേഴ്സ് ടു ഐഡന്റിഫൈ ദ ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. വളരെ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്, അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇത്രയും ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് തന്നെയായിരിക്കും. അപ്പൊ അവരെ കണ്ടെത്താനും അവരെ സ്ട്രാറ്റിഫൈ ചെയ്യാനും അവരെ മനസ്സിലാക്കി അവരെ തരംതിരിക്കാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ EHR can improve the quality care by using the data and analytics to avert the hospitalizations among the high risk patients.
അതോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലൈസേഷന് സാധ്യതയുള്ള ഹൈ റിസ്ക് പേഷ്യൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരെ തിരിച്ചറിയാനും ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് സഹായിക്കുന്നുണ്ട്. മൊത്തത്തിൽ എന്താണ്, ഒരു ഓവറോൾ ആയിട്ട് ഒരു ക്വാളിറ്റി കെയർ, അല്ലെ, ഒരു ക്വാളിറ്റി കെയർ ഉറപ്പുവരുത്താൻ, എൻഹാൻസ് ചെയ്യാനായിട്ട് ഇതിന്റെ പ്രസൻസ് സഹായിക്കുന്നുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്. ക്ലിയർ ആയോ? എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് എൻഹാൻസസ് ദ പേഷ്യന്റ് കെയർ ആൻഡ് ഔട്ട്കംസ്. അത് മാത്രമല്ല, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ദാറ്റ് പ്രൊവൈഡ് ദ വാല്യുബിൾ ഡാറ്റ ഫോർ ദ കെയർ ഫോർ മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻസ്. പിന്നെ മാത്രമല്ല, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് കമ്പൈനിങ് ഓൾ ദ പേഷ്യന്റ് ഡാറ്റ ആൻഡ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ന്യൂ ട്രീറ്റ്മെന്റ്സ് ഓർ ഇന്റർവെൻഷൻസ് ഇൻ ദ ഹെൽത്ത് കെയർ ഡെലിവറി. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് help to identify the chronically ill patients. അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ റിസ്ക് പേഷ്യൻസിനെയൊക്കെ കണ്ടെത്താനും ക്രോണിക്കലി ഇൽ പേഷ്യൻസിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ, അവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിനുമൊക്കെയായിട്ട് ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ആ പാരഗ്രാഫ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? മനസ്സിലായ? ഒന്ന് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആകും കേട്ടോ. പാടിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സുകൾ കേട്ടോ, അതിന്റെ ചില പ്രത്യേകതകൾ. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് പഠിച്ചില്ലേ, അതുപോലെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ ചില ഫീച്ചേഴ്സുകളാണ് ഇനി ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. Electronic health record systems are outlined to record and store data correctly and to capture the state of a patient over time. എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആൻഡ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് ആണ് ആ റെക്കോർഡിനകത്ത് സേവ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്യുറേറ്റ് ആൻഡ് അപ് ടു ഡേറ്റ് റെക്കോർഡ്സുകളാണ്. വളരെ കൃത്യമായിട്ടുള്ള, അത്രയും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു ക്യാപ്ചർ ദ സ്റ്റേറ്റ് ഓഫ് എ പേഷ്യന്റ് ഓവർ ടൈം എന്ന് വെച്ചാൽ ആ ഒരു പേഷ്യന്റിന്റെ ഫുൾ കാര്യങ്ങൾ, ഫുൾ ഹെൽത്ത് ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഒരു ബ്രേക്കും വരാതെ അവരുടെ എല്ലാ കണ്ടീഷൻസിനും കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്തുകൊണ്ടുള്ള ഒരു റെക്കോർഡാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് എ അപ് ടു ഡേറ്റ് ആൻഡ് കറക്റ്റ് റെക്കോർഡ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. അത് മാത്രമല്ല, ഇറ്റ് റിമൂവ്സ് ദ നീഡ് ടു ട്രേസ് ഡൗൺ ദ പേഷ്യന്റ്സ് പ്രീവിയസ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽപ്സ് ഇൻ എൻഷുറിംഗ് ഡാറ്റ ഈസ് അപ് ടു ഡേറ്റ്, ആക്യുറേറ്റ് ആൻഡ് ക്ലിയർ. ക്ലിയറാണല്ലോ? ഇത് തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ മെഡിക്കൽ റെക്കോർഡ് പോലെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ട്രേസ് ചെയ്യേണ്ട കാര്യം വരുന്നുണ്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനകത്ത്? ഇല്ല. കാരണം ഒരൊറ്റ ഫയലായിട്ട് നമുക്കൊരു സിസ്റ്റത്തിനകത്ത് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഫോൾഡറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, അല്ലെ? അപ്പൊ അത് വളരെ അപ് ടു ഡേറ്റ് ആണ്, ആക്യുറേറ്റ് ആണ്, അതുപോലെ തന്നെ റീഡബിൾ ആണ്, എല്ലാവർക്കും അത് വായിക്കാനും സാധിക്കും, അല്ലെ? ആ രീതിയിലുള്ളൊരു റെക്കോർഡാണ് കേട്ടോ ഈ EHR എന്ന് പറയുന്നത്. അത് മാത്രമല്ല, it also allows the open communication between the patient and the provider while providing privacy and security. അത് മാത്രമല്ല, it also allows the private and secure communication between the patient and doctors, അല്ലെ? ഈ പറയുന്ന പേഷ്യൻസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനിടയിൽ വളരെ സേഫ് ആയിട്ടുള്ള, വളരെ സെക്യൂർ ആയിട്ടുള്ള, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്, അല്ലെ? വളരെ പ്രൈവറ്റ് ആയിട്ട്, വളരെ എന്താ പറയാ, അവരുടെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നിലനിൽക്കുന്ന രീതിയിൽ വളരെ പ്രൈവറ്റ് ആയിട്ട്, വളരെ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ ഡോക്ടേഴ്സിനും പേഷ്യന്റിന്റെ ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇത് സാധിക്കുന്നുണ്ട്. അല്ല, അതിനും അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? EHR എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇറ്റ് ക്യാൻ ലെസൺ ദ റിസ്ക് ഓഫ് ഡാറ്റ റെപ്ലിക്കേഷൻ സിൻസ് ദർ ഇസ് ഓൺലി വൺ മോഡിഫൈബിൾ ഫയൽ, which means the file is more likely up to date and reduces the risk of lost paperwork and is cost efficient. അത് മാത്രമല്ല, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഡാറ്റ റെപ്ലിക്കേഷൻ, അല്ലെ? റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ശരിയൊരു പകർപ്പുകളാണ്, അല്ലെ? അതായത് നമ്മൾ പണ്ടത്തെ പോലെ മെഡിക്കൽ റെക്കോർഡ്സ് പോലെ നമ്മൾ 1-2 പകർപ്പുകളൊക്കെ സൂക്ഷിക്കേണ്ട ആവശ്യം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന് വരുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? there is only one modifiable file, there is only one file needed to be updated. ഒരേ ഒരു ഫയൽ മാത്രം, അല്ലെങ്കിൽ ഒരേ ഒരു പേഷ്യന്റിന്റെ ഒരൊറ്റ മെഡിക്കൽ റെക്കോർഡ് മാത്രം നമ്മൾ അപ് ടു ഡേറ്റ് ചെയ്യേണ്ട കാര്യമേ അവിടെ വരുന്നുള്ളൂ. അതായത് ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സുകളാണെങ്കിൽ ഒരുപാട് നമ്മൾ എഴുതി വരും, അതിന്റെ
പകർപ്പുകൾ മറ്റും സൂക്ഷിക്കേണ്ടതായിട്ട് വരും. കാര്യം എന്താണ്, അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായിട്ട്. പക്ഷെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ അങ്ങനെ പകർപ്പുകൾ സൂക്ഷിച്ചിരിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താണ്, ഒരൊറ്റ സിംഗിൾ ഫയൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും മോഡിഫിക്കേഷൻസും മറ്റും വരുത്തണമെങ്കിൽ നമുക്ക് ആ ഒരു ഫയലിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതേസമയം ഒരു പേപ്പർ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി തീർക്കും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ, എന്തെങ്കിലും ചേഞ്ചസുകളോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനായിട്ട് ആവശ്യം വരുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ പേപ്പറുകൾ ആഡ് ചെയ്ത് നമ്മൾ അതിന് പല മോഡിഫിക്കേഷൻസ് എഴുതി ചേർക്കേണ്ടി വരും. പക്ഷെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ അതിന്റെ ആവശ്യമില്ല, സിസ്റ്റത്തിലാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. There is only one modified file. അവിടെ ഒരൊറ്റ ഫയല് മാത്രമേ ഉള്ളൂ. അത് എന്തായിരിക്കും, ഓൾറെഡി അപ് ടു ഡേറ്റ് ആയിരിക്കും, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു ഫയലായിരിക്കും. സോ ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ലോസ്റ്റ് പേപ്പർ വർക്ക്. അതെന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ലോസ്റ്റ് ഡോക്യുമെന്റ്സ്. അതായത് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിന്, അങ്ങനെയുള്ള ഒരു റിസ്കിനെ അവിടെ റെഡ്യൂസ് ചെയ്തിട്ട്. ഇപ്പൊ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് ആകുമ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കുറെ കാലമൊക്കെ കഴിയുമ്പോൾ ആ പേപ്പർ കീറിപ്പോകും, അല്ലെങ്കിൽ മിസ്സായി പോകും, ഒക്കെ അതിനുള്ള ചാൻസുകളൊക്കെ ഒരുപാട് കൂടുതലാണ്. അതായത് എഴുതി വെച്ചിരിക്കുന്ന ഡാറ്റകളൊക്കെ ചിലപ്പോൾ മങ്ങി പോകും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. പക്ഷെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ വരുന്നില്ല. അത് വളരെ കോസ്റ്റ് എഫിഷ്യന്റ് കൂടെയാണ് അല്ലെ. കോസ്റ്റ് എഫിഷ്യന്റ് എന്ന് വെച്ചാൽ അവരുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും അതുപോലെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉള്ള കോസ്റ്റ് വളരെയധികം കുറവാണ്, ചെലവ് കുറവാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ. അപ്പൊ അങ്ങനെ അത് കോസ്റ്റ് എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ നോക്കൂ, ബിക്കോസ് ഓഫ് ദ ഡിജിറ്റൽ ഇൻഫർമേഷൻ ബീങ് സർച്ചബിൾ ആൻഡ് ഇൻ എ സിംഗിൾ ഫയൽ, EMRs are more effective when taking of medical data for the examination of possible trends and long-term changes in a patient. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അല്ലെ, ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സർച്ചബിൾ ആൻഡ് ഇറ്റ് സിംഗിൾ ഫയൽ. സർച്ചബിൾ ആണ് ഒരു സിംഗിൾ ഫയൽ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആർ ഈസി ടു എക്സ്ട്രാക്ട്. അല്ലെ, ഇറ്റ് ഈസ് ഈസി ടു എക്സ്ട്രാക്ട് ദ പേഷ്യന്റ് ഡാറ്റ. അതിൽ നിന്നും പേഷ്യന്റിന്റെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ് അല്ലെ, ഈസിയാണ്. അത് മാത്രം for the examination of possible trends and long-term changes in a patient. ഇപ്പൊ നമ്മൾ പേഷ്യന്റിന്റെ ലോങ് ടേം ചേഞ്ചസുകളൊക്കെ നമുക്ക് എക്സാമിൻ ചെയ്യണം. അപ്പൊ പേഷ്യന്റിൽ വരുന്ന ആ ഒരു കെയർ പ്രോസസ് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പേഷ്യന്റിന്റെ മെഡിക്കൽ ഡാറ്റകൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന് പേഷ്യന്റിന്റെ ഡാറ്റകൾ റിട്രീവ് ചെയ്യാനായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആണെന്നാണ് പറയുന്നത്. മെഡിക്കൽ മറ്റേ പേപ്പർ റെക്കോർഡ് പോലെ ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, the population based studies of medical records that may also be made easier by the widespread adoption of EHRs and EMRs. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഫെസിലിറ്റേറ്റ് എന്താണ്, റിസർച്ച് ആൻഡ് അനാലിസിസ് ഓഫ് ദ ലാർജർ ഡാറ്റ സെറ്റ്സ്. കേട്ടോ, ലാർജർ ഡാറ്റ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിന്റെ മാത്രമല്ല, ഇതുപോലെ ധാരാളം പേഷ്യൻസ് ഉൾപ്പെടുന്ന ഒരു മൊത്തത്തിൽ ഒരു പോപ്പുലേഷന്റെ തന്നെ വിവരങ്ങളെ അനലൈസ് ചെയ്യാനും റിസർച്ച് ചെയ്യാനും ഒക്കെ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പേഷ്യന്റിന്റെ മാത്രമല്ല, ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എത്ര പേഷ്യൻസ്, എത്ര ആളുകളുടെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ ഒരു പോപ്പുലേഷനെ സംബന്ധിക്കുന്ന ആ ഒരു അവരെ പറ്റിയുള്ള ഡാറ്റ സെറ്റുകളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഡ്രൈ ആണ് കേട്ടോ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ പ്രത്യേകതകളാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. EHRന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EMRs എന്ന് പറയാറുണ്ട്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. അതെന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോർമാറ്റില് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകൾ എന്താ പറയുക ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. അപ്പൊ ഇറ്റ് ഹാവ് ദ ഷെയറിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. ദീസ് റെക്കോർഡ്സ് ക്യാൻ ബി ഷെയർഡ് അക്രോസ് ദ ഡിഫറെന്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ ഷെയർ ചെയ്യുന്നത്? ദീസ് റെക്കോർഡ്സ് ആർ ഷെയർഡ് ത്രൂ നെറ്റ്വർക്ക്സ്, അതുപോലെ തന്നെ മറ്റുള്ള കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റെക്കോർഡുകൾ ഷെയർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് കൺസിസ്റ്റ് ചെയ്യുന്നത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റയാണ് കേട്ടോ. വളരെ വിപുലമായിട്ടുള്ള ഡാറ്റകളാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തൊക്കെ ഡാറ്റകളാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡെമോഗ്രഫി, മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ അവരുടെ മെഡിക്കേഷൻ അലർജീസ്, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ലാബ് റിസൾട്ട്, അങ്ങനെയൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതെന്ന് പറയുന്നത് എൻഹാൻസസ് ദ പേഷ്യന്റ് കെയർ ആൻഡ്
ആൻഡ് ഔട്ട്കംസിനെ അത് എൻഹാൻസ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ദ വാല്യുബിൾ ഡാറ്റ ഫോർ ദ കെയർ മാനേജ്മെന്റ് അല്ലെ. ഈ പറയുന്ന കെയർ മാനേജ് ചെയ്യാനുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഡാറ്റ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് കമ്പൈൻ ദ ഓൾ പേഷ്യന്റ് ഡാറ്റ, പേഷ്യന്റ് എല്ലാ ഡാറ്റകളും കമ്പൈൻ ചെയ്തുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ന്യൂ ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഇന്നോവേഷൻസ് ഇൻ ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ പുതിയ ട്രീറ്റ്മെന്റുകൾ കൊണ്ടുവരാനും പുതിയ ഇന്നോവേഷൻസ് ഒക്കെ നടത്താനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ റിസ്ക് പേഷ്യൻസിനെയും ക്രോണിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ തിരിച്ചറിയാനായിട്ടും ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. അത്രയൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ അതിന്റെ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചറുകളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സുകൾ വളരെ അപ് ടു ഡേറ്റ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് വളരെ അപ് ടു ഡേറ്റ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ റീഡബിൾ ആയിരിക്കും. അതുപോലെ ഇറ്റ് അലൗസ് ദ പ്രൈവറ്റ് ആൻഡ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഡോക്ടേഴ്സ് ആൻഡ് പേഷ്യൻസ് അല്ലെ. പേഷ്യന്റ് ഡോക്ടേഴ്സിന്റെ ഇടയിൽ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള വളരെ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ആണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് വളരെ കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. ഇറ്റ് റിഡ്യൂസസ് ദ റിസ്ക് ഓഫ് ലോസ്റ്റ് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിന് അത് കുറയ്ക്കുന്നുണ്ട്. അത് കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ഈസി ടു എക്സ്ട്രാക്ട് ദ പേഷ്യന്റ് ഡാറ്റ. അതിൽ നിന്ന് പേഷ്യന്റ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. അതുപോലെ ഇറ്റ് ആൾസോ ഫെസിലിറ്റേറ്റ്സ് ദ റിസർച്ച് ആൻഡ് അനലിറ്റിക്സ് ഓഫ് ദ ലാർജർ ഡാറ്റ സെറ്റ്. വലിയൊരു പോപ്പുലേഷന്റെ തന്നെ വിവരങ്ങൾ അനലൈസ് ചെയ്യാനും അതുപോലെ അതിൽ റിസർച്ച് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ക്ലിയർ ആണോ? വായിച്ചു നോക്കണം കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വരുന്നത് കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു പേപ്പർ മെഡിക്കൽ റെക്കോർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഉള്ളത്. ഓക്കെ, എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തായാലും പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിനെ അപേക്ഷിച്ച് ഫാർ ബെറ്റർ ആണ് ഇത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായ ചില എന്താ പറയാ നല്ല സൈഡും ഉണ്ട്, മോശം സൈഡും ഉണ്ട്. എങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സാധാരണ നമ്മുടെ പേപ്പർ മെഡിക്കൽ റെക്കോർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരിയേറെ അഡ്വാൻറ്റേജസ് എന്തിനുണ്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇവിടെ കുറെ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. While there is still a noticeable amount of debate around the superiority of electronic health records over the paper records, the research literature gives a more realistic picture of the benefits and the downside കേട്ടോ. കാര്യം എന്താണ് ഈ പറയുന്ന പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ സുപ്പീരിയോറിറ്റി ആർക്കുണ്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ട്. അപ്പൊ അതിന് അതിൻ്റെതായ ബെനിഫിറ്റുകളുണ്ട്, അതിൻ്റെതായ ചില ദോഷങ്ങളുണ്ട് കേട്ടോ. അതിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് പാരഗ്രാഫ് ഉണ്ടല്ലോ, ആദ്യത്തെ ഈ ഒരു വലിയൊരു പാരഗ്രാഫ്, ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആണ് ആദ്യത്തെ പാരഗ്രാഫിനകത്ത് പറയുന്നത് കേട്ടോ. അതാണ് ഇലക്ട്രോണിക്, നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡില്ലേ, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആണ് ആദ്യത്തെ ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാതെ. The increased transparency, portability and accessibility gained by the adoption of electronic medical records may make larger the ease with which they can be accessed by the healthcare professionals. നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആദ്യം പറഞ്ഞത് എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ അഡ്വാൻറ്റേജ് ആണ്. ഏതൊക്കെയാണ് ആ 3 അഡ്വാൻറ്റേജ് എന്നൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇൻക്രീസ്ഡ് ട്രാൻസ്പാരൻസി അണ്ടർലൈൻ ചെയ്യാം, പോർട്ടബിലിറ്റി അണ്ടർലൈൻ ചെയ്യാം, ആക്സസിബിലിറ്റി. ഈ 3 കാര്യങ്ങളുമാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് പറയാം. ഏതൊക്കെയാണ് പോയിന്റുകൾ? ട്രാൻസ്പാരൻസി, പോർട്ടബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് അല്ലെ. ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ട്രാൻസ്പാരൻസി അല്ലെ, ആ ഒരു സുതാര്യത.
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ഇതെന്ന് പറയുമ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട്, ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസ് ക്യാൻ ക്ലിയർ വിസിബിലിറ്റി അബൌട്ട് ദെയർ ട്രീറ്റ്മെന്റ്. പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള ഒരു ക്ലിയർ വിസിബിലിറ്റി ആണ് ഉള്ളത്. അവർക്ക് തന്നെ അവരുടെ ദേ ക്യാൻ മാനേജ് കെയർ ഓഫ് കെയർ, അവരുടെ കെയർ അവർക്ക് തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. അതൊരു ട്രാൻസ്പാരൻസി ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനാണെങ്കിലും എന്താണ് ക്ലിയർ വിസിബിലിറ്റി അബൌട്ട് ദെയർ പേഷ്യൻസ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനാണെങ്കിലും അവരുടെ പേഷ്യൻസിനെ പറ്റിയൊരു ക്ലിയർ വിസിബിലിറ്റി ഇത്തരം സംവിധാനം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കൊണ്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു ട്രാൻസ്പാരൻസി ഉണ്ടെന്ന് പറയുന്നത്, ഒരു സുതാര്യത അത് ഉറപ്പാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെയാണ് പോർട്ടബിലിറ്റി. ഇറ്റ് ഈസ് ഈസി ടു ഹാൻഡിൽ, പോർട്ടബിൾ ആണ്. നമ്മൾ പറയില്ല, നമുക്ക് എപ്പോ വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പാകത്തിനാണ് ഉള്ളത്. ഒരു പേപ്പർ മെഡിക്കൽ റെക്കോർഡ് ആണെങ്കിൽ എന്തെല്ലാം ഫയലുകളും പേപ്പറുകളൊക്കെ അതിനകത്തുണ്ടാവും. അത് പോർട്ടബിൾ ആണെന്ന് പറയാൻ പറ്റും ഇല്ല. അതേസമയം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ ഫോൾഡറിനകത്ത് ഒരു സിംഗിൾ ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. സോ ഇറ്റ് ഈസ് പോർട്ടബിൾ ആണ്. അപ്പൊ പോർട്ടബിലിറ്റി ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പറയുന്നത് എന്താണ്, ആക്സസിബിലിറ്റി. അത് നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു വരുന്നത് പേഷ്യൻസ് ക്യാൻ ആക്സസ് ദെയർ ഓൺ മെഡിക്കൽ റെക്കോർഡ്സ്. പേഷ്യൻസിന് മാത്രമല്ല, അതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഈസിലി ആക്സസ് ദ മെഡിക്കൽ റെക്കോർഡ്സ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനുള്ള ഡാറ്റകൾ ഈസി ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ട്രാൻസ്പാരൻസി, പോർട്ടബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് കേട്ടോ. ഓക്കെ, ഇനി പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ബട്ട് ആൾസോ ക്യാൻ, അതൊരു സൈഡിൽ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അതേസമയം അതിന് എന്തുണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. നോക്കിക്കേ, ബട്ട് ആൾസോ ക്യാൻ enlarge amount of stolen information by unauthorized persons or untrustworthy users versus the paper medical records as acknowledged by the increased security needs for the electronic medical records included in the Health Information and Accessibility Act and by the large scale violations in confidential records reported by the EMR users. ഈ ഒരു സെന്റൻസ് ആണ് എഴുതി വെച്ചിരുന്നത്, വേറൊന്നുമല്ല. അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അതായത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറയുന്നത് സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്. ഓക്കെ, സെക്യൂരിറ്റി റിസ്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. കാര്യം നമുക്കറിയാം അല്ലെ, ഈ പറയുന്ന ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ അത് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഏതെങ്കിലും തരത്തില് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ അത് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി പ്രോബ്ലം വരില്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്, സെക്യൂരിറ്റി റിസ്ക് ഉണ്ടാവും കേട്ടോ. സെക്യൂരിറ്റി റിസ്ക് ഉണ്ടെന്ന് വെച്ചാല് there is a chance for the unauthorized access and breaches. അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യാനും അതിലെ വിവരങ്ങൾ ആക്സസ് ചെയ്യാനും എന്തെങ്കിലും ബ്രീച്ചസ്, ലംഘനങ്ങൾ, അതാണ് ഇവിടെ സ്റ്റോളൻ ഇൻഫർമേഷൻ ഒക്കെ പറയുന്നത്. എന്തെങ്കിലും ബ്രീച്ചസ്, ലംഘനങ്ങളൊക്കെ വരാനുള്ള ഒരു സെക്യൂരിറ്റി റിസ്ക് അവിടെ കൂടുതലാണ്. അപ്പൊ ഡ്യൂ ടു ദിസ് സെക്യൂരിറ്റി റിസ്ക്, ഈ ഒരു സെക്യൂരിറ്റി റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ there should be a need for the strong secure measures അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊട്ടക്ട് ദ പേഷ്യന്റ് ഡാറ്റ കോൺഫിഡൻഷ്യൽ. അതുകൊണ്ട് തന്നെ ഈ പേഷ്യന്റിന്റെ ഡാറ്റകൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കുന്നതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു സെക്യൂർ മെഷേഴ്സ് എടുക്കേണ്ട ഒരു ആവശ്യകതകൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതൊരു റിസ്ക് ആയിട്ടാണ് പറയുന്നത്. സെക്യൂരിറ്റി റിസ്ക് ഉണ്ടല്ലോ. അപ്പൊ സെക്യൂരിറ്റി റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് വേണം, ആ ഒരു സെക്യൂർ ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനുള്ള ആവശ്യകതകളും അവിടെ കൂടുതലാണ്. അതായത് ശക്തമായിട്ടുള്ള ഒരു സെക്യൂർ മെഷേഴ്സ് അവിടെ നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ടാണ്, ഇതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വലിയ ഡിസ്അഡ്വാൻറ്റേജ് അല്ല, എങ്കിലും കൂടെ റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പൊ റിസ്ക് വരാതിരിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള മെഷേഴ്സ്, സെക്യൂർ മെഷേഴ്സ് എടുക്കേണ്ട ഒരു ആവശ്യകതകളുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, HIPAA ആക്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരം സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുന്നത് നിർബന്ധമായിട്ടും HIPAA ആക്ട് ആ ഒരു സ്റ്റാൻഡേർഡുകൾ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിർബന്ധമാണ്. കാര്യം ഇതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസുകൾ, ബ്രീച്ചസുകളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആക്ടുകൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. അപ്പൊ അത് മാത്രമാണ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. സെക്യൂരിറ്റി റിസ്ക് ആണ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതാണ് അവിടെ വലിയ കാര്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്.
ഇനി നോക്കാം കൺസേൺസ് അബൌട്ട് ദ സെക്യൂരിറ്റി ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ എന്താ പറയാ റെസിസ്റ്റൻസ് ഷോക്ക് ടു ദയർ അഡോപ്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി പ്രോബ്ലത്തെ പറ്റിയുള്ള ആശങ്കകള് ഈ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് സ്വീകരിക്കുന്നതിൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയുള്ള സെക്യൂരിറ്റി റിസ്ക് ഉള്ളത് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. പക്ഷെ അതൊരു വലിയ ബുദ്ധിമുട്ടല്ല ശരിക്കും പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കുക, when users log into the electronic health records, it is their accountability to ensure the information stays confidential. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് റെക്കോർഡ്സിലേക്ക് ഒരു യൂസർ ആ ഒരു ഹെൽത്ത് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും എന്ത് ചെയ്തിരിക്കണം, വളരെ സേഫ് ആയിട്ടുള്ള വളരെ സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡുകൾ അവർ ഉപയോഗിച്ചിരിക്കണം. പാസ്വേഡ് എന്ന് പറയുന്നത് എന്തായാലും എല്ലാവരും സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യുള്ളൂ. പക്ഷെ അത് മറ്റുള്ള ആളുകൾക്ക് അൺനോൺ ആയിട്ടുള്ള വളരെ സെക്യൂർഡ് ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം യൂസേഴ്സ് എന്ത് ആക്സസ് ചെയ്യാനായിട്ട്, അവരുടെ ഹെൽത്ത് റെക്കോർഡ്സിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ആക്സസ് ചെയ്യാനായിട്ട്. അതാണ് അവിടെ പറയുന്നത്. This is done by keeping their password unknown to others and logging off before leaving the station. അതുപോലെ ഒരു സിസ്റ്റം ലീവ് ചെയ്ത് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ലോഗ് ഔട്ട് ചെയ്തിരിക്കണം. ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം പോവാൻ. ചില ആളുകൾ അത് ആക്സസ് ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്യില്ല, അതങ്ങനെ തുറന്നു വെച്ചിട്ട് പോകും. അതിലൂടെ ചിലപ്പോൾ പല ആളുകൾക്കും അതിനകത്ത് എന്തെങ്കിലും ബ്രീച്ചസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അത് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഹെൽത്ത് റെക്കോർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആക്കി വെക്കാനുള്ള ഉത്തരവാദിത്തം ആ യൂസറിന്റേതാണ്. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യണം, അവരെ സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കാം. അതുപോലെ സിസ്റ്റം ലീവ് ചെയ്ത് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ലോഗ് ഓഫ് ചെയ്തുകൊണ്ട് സിസ്റ്റത്തിലേക്ക് പോവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ട്രാൻസ്പാരൻസി, പോർട്ടബിലിറ്റി, ആക്സസിബിലിറ്റി, ആണ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്യൂരിറ്റി റിസ്ക്. സെക്യൂരിറ്റി ഡ്യൂ ടു ദ സെക്യൂരിറ്റി റിസ്ക് there is a need for the strong secure measures to protect the patient data and confidential. Patient data confidential ആക്കി വെക്കുന്നതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂർ മെഷേഴ്സ് എടുക്കേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് അവർ പറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് നോക്കട്ടെ, ഇതൊന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ക്ലാസ് കേട്ടോ. നോക്കാം, ഹാൻഡ് റിട്ടൺ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മൾ പഠിക്കുന്നത് കമ്പാരിസൺ ആണ് അല്ലെ, കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് മെഡിക്കൽ റെക്കോർഡ് പഠിച്ച കമ്പാരിസൺ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിനകത്ത് പറയുന്നത് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിന് ചില ലിമിറ്റേഷൻസ് ആണ് രണ്ടാമത്തെ ഒരു പാരഗ്രാഫിനകത്ത് അവർ പറയുന്നത്. ജസ്റ്റ് നമുക്ക് വായിക്കാം. Hand written paper medical records may be poorly readable, which can contribute to the medical records, reprinted forms, standardization of short forms, and standards for penmanship were expired to make better the reliability of paper medical records. An example of probable medical errors is the administration of medication. അതായത് ശരിക്കും പറഞ്ഞാൽ പേപ്പർ മെഡിക്കൽ റെക്കോർഡിന്റെ ലിമിറ്റേഷൻ ആണ്. ഒന്നാമത്തെ എന്താണ്, പുവർ റീഡബിലിറ്റി ആണ് അല്ലെ. പുവർ റീഡബിലിറ്റി ആണ്, നമുക്ക് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്. കാരണം നമുക്കറിയാം ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റ്സ് ആണ്, ആളുകൾ കൈകൊണ്ട് എഴുതി വെക്കുന്ന ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ അത്തരം ഡോക്യുമെന്റ്സ് എല്ലാവർക്കും ചിലപ്പോൾ റീഡബിൾ ആവണമെന്നില്ല. ചിലരുടെ ഹാൻഡ് റൈറ്റിങ്ങോ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ചിലർക്ക് തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും അത് വായിക്കുന്നത് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തില് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആ പുവർലി റീഡബിൾ ആയിട്ടും ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ദ മെഡിക്കേഷൻ എറേഴ്സ് കേട്ടോ. അതായത് മെഡിക്കേഷൻ എററുകൾ വരാനുള്ള ചാൻസും അവിടെ വളരെയധികം കൂടുതലാണ്. മെഡിക്കേഷൻ എററുകൾ വരാനുള്ള ചാൻസ് അവിടെ വളരെയധികം കൂടുതലാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ അവരിവിടെ പറയുന്നുണ്ട്, ഒന്ന് നോക്കുക. Medication is an intermediate നോക്കുക. An example of probable medication errors is the administration of medication. നമ്മൾ മെഡിസിൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിൽ വരുന്ന എററുകളാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത്. Medication is an intermediation that can turn a person's status from stable to unstable very rapidly. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ഒരു മരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺസ്റ്റേബിൾ ആക്കി മാറ്റാൻ പറ്റില്ലേ. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇരിക്കുന്ന ഹെൽത്ത് സ്റ്റാറ്റസ് ഉള്ള ഒരു പേഷ്യന്റ് ചിലപ്പോൾ ഒരു മരുന്നിന്റെ എറർ മൂലം അവരുടെ കണ്ടീഷൻ ചിലപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ട് മാറാം. എന്നുവെച്ചാൽ ആ രീതിയിൽ എററുകൾ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട് അല്ലെ. നോക്കുക, with paper documentation it is very easy to not to properly document the administration of medication, the timing given, or errors like giving the wrong drug, wrong dose or form, or not checking for allergies, and it could affect the patient negatively അല്ലെ. അപ്പൊ നമ്മൾ മെഡിക്കേഷൻ എററുകൾ വന്നാൽ ചിലപ്പോൾ തെറ്റായ മരുന്നുകൾ, ചിലപ്പോൾ റോങ് ആയിട്ടുള്ള മെഡിസിൻസ്, റോങ് ഡോസിൽ, റോങ് ഫോമിൽ ചിലപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള അലർജി ടെസ്റ്റുകളോ മറ്റൊന്നും ചെയ്യാണ്ട് ചിലപ്പോൾ ആ ഒരു പേഷ്യന്റിലേക്ക് എന്താ പറയുക അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് കാരണമാകും. മെഡിക്കേഷൻ എററുകൾ വന്നു കഴിഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ അത് പേഷ്യന്റിനെ സംബന്ധിച്ചത് അവരെ വളരെ പ്രതികൂലമായിട്ട് തന്നെ, വളരെ നെഗറ്റീവ് ആയിട്ട് തന്നെ അവരെ ബാധിക്കും.
Okay, it has been reported that these errors have been brought down by 55 to 83% as records are now online and need certain steps to avoid these errors. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മൾ ഈ റെക്കോർഡ്സുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള മെഡിക്കേഷൻ എററുകൾ ഏകദേശം ഒരു 55 തൊട്ട് 83% വരെ മെഡിക്കൽ എററുകൾ കുറയ്ക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സംവിധാനം വന്നപ്പോ എന്തുണ്ടായി? ഇത്തരത്തില് അവരൊരു ഏകദേശ കണക്കാണ് അവർ പറയുന്നത്. 55 തൊട്ട് 83% എന്ന് പറയുമ്പോൾ ഒരു മെജോറിറ്റി പെർസെന്റേജ് നമുക്ക് മെഡിക്കൽ എററുകൾ എന്ത് ചെയ്യാൻ പറ്റി? കുറയ്ക്കാനായിട്ട് സാധിച്ചു ഇങ്ങനെ ചെയ്തപ്പോൾ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ വന്നപ്പോൾ. മനസ്സിലായല്ലോ? അതേസമയം നമ്മൾ മാനുവലി ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റ് ആകുമ്പോൾ അവിടെ മെഡിക്കൽ എറർ വരാൻ ചാൻസ് കൂടുതലാണ്. അതിനെ തുടർന്ന് വളരെയധികം പ്രശ്നങ്ങൾ വരും. പക്ഷെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വന്നപ്പോൾ അങ്ങനെയുള്ള മെഡിക്കേഷൻ എററിനുള്ള റിസ്കുകൾ അവിടെ ധാരാളമായിട്ട് കുറഞ്ഞു. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ അവിടെ പേപ്പർ മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു ലിമിറ്റേഷനെ പറ്റിയാണ് ആ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞത് കേട്ടോ. ഇതും കൂടെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. ഇലക്ട്രോണിക് റെക്കോർഡ്സ് മേ ഹെൽപ്പ് വിത്ത് ദ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഫോംസ്, ടെർമിനോളജി ആൻഡ് ഡാറ്റ ഇൻപുട്ട്. അത് മാത്രമല്ല ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊമോട്ട് ദ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഫോംസ്, ടെർമിനോളജി ആൻഡ് ഡാറ്റ ഇൻപുട്ട്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോമുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ടെർമിനോളജി സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ പേഷ്യന്റിന്റെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുമല്ലോ, അതിനായിട്ട് ഉപയോഗിക്കുന്ന ഫോമുകള്, അതുപോലെ തന്നെ ടെർമിനോളജി അതിനകത്ത് ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസുകള്, മെഡിക്കൽ ഡെഫിനിഷൻസുകള്, പിന്നെ ഡാറ്റ ഇൻപുട്ട്. ഡാറ്റ ഇൻപുട്ട് അതായത് നമ്മളതിലേക്ക് എൻറ്റർ ചെയ്യുന്ന പേഷ്യന്റിന്റെ വിവരങ്ങളെല്ലാം തന്നെ ആ വിവരങ്ങളിലെല്ലാം ഒരു കൺസിസ്റ്റൻസി, ഒരു യൂണിഫോമിറ്റി അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാൻഡർഡൈസ്ഡ് ഫോം എന്ന് പറഞ്ഞത്. ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട് ഈ പേഷ്യന്റിന്റെ ഫോമുകളിലായിക്കോട്ടെ, അവിടെ ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസുകളുടെ ഡെഫിനിഷൻസ്, നമ്മൾ എൻറ്റർ ചെയ്യുന്ന പേഷ്യന്റിന്റെ ഡാറ്റകളിലൊക്കെ ഒരു കൺസിസ്റ്റൻസി, ഒരു യൂണിഫോമിറ്റി അവർ എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം. ആർക്ക് വേണമെങ്കിലും ഏത് രാജ്യത്തിരിക്കുന്ന ഏത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും അത് റീഡബിൾ ആയിരിക്കും. അത് മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമാണ് അതവിടെ അവരവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതാണ് അതിന് പറയുന്നത് കേട്ടോ. പിന്നെ എന്താ നോക്കിയാൽ ഡിജിറ്റൈസേഷൻ ഓഫ് ഫോംസ് മീൻസ് ഫെസിലിറ്റീസ് ഫോർ ദ കളക്ഷൻ ഓഫ് ഡാറ്റ, എപ്പിഡെമോളജി ആൻഡ് ക്ലിനിക്കൽ സ്റ്റഡീസ്. ഈ രീതിയിൽ നമ്മുടെ വിവരങ്ങളെ ഡിജിറ്റൈസേഷൻ ചെയ്യുമ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അത് ഈ പറയുന്ന ഡാറ്റ കളക്ഷനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാറ്റ കളക്ഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒത്തിരി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കളക്ട് ചെയ്യുന്ന ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ആ ഡാറ്റ ഇതിനൊക്കെ ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എപ്പിഡെമോളജി ആൻഡ് ക്ലിനിക്കൽ സ്റ്റഡീസ്. എപ്പിഡെമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ദ എന്താ പറയാ ഡിസീസ് പാറ്റേൺസ് ഇൻ ദി പോപ്പുലേഷൻ. അല്ലെ, ഒരു പോപ്പുലേഷനിൽ വരുന്ന ഡിസീസ് പാറ്റേണുകളുടെ ട്രെൻഡ്, ആ ഒരു ഡിസീസിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് ആ ഡാറ്റ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു കാലഘട്ടത്തിൽ കോവിഡ് നമ്മൾ ഒരു പോപ്പുലേഷനും എന്റെ പോപ്പുലേഷനും മുഴുവൻ ബാധിച്ചില്ലേ? കോവിഡ് അതൊരു എപ്പിഡമിക് ആയിട്ട് വന്നൊരു സംഭവമാണ്. അതുപോലെ ഒരു ലാർജ് പോപ്പുലേഷനെ ഒക്കെ ബാധിക്കുന്ന ആ ഒരു ഡിസീസ് പാറ്റേൺ, ട്രെൻഡ്, അതിന്റെ ആ ഒരു സ്പ്രെഡിങ് ഒക്കെ മനസ്സിലാക്കാനുള്ള അത്തരം സ്റ്റഡികൾക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ക്ലിനിക്കൽ സ്റ്റഡീസ്. ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ പുതിയ ട്രീറ്റ്മെന്റുകള്, പുതിയ ചില മെഡിക്കേഷൻസ്, പുതിയ ചില ഹെൽത്ത് പ്രാക്ടീസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പോലെ വിവരങ്ങൾ നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ അത് ഡാറ്റ കളക്ഷനെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ നമുക്ക് എപ്പിഡെമോളജിയിലും ക്ലിനിക്കൽ സ്റ്റഡീസിലും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് പറയുന്നത്. ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലാണ് പറയുന്നത് കേട്ടോ. However, എന്നിരുന്നാലും the standardization may create challenges for the local practice. പക്ഷെ ഇത്തരത്തിലൊരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ ലോക്കൽ പ്രാക്ടീസ്, പ്രാദേശികമായിട്ട് ഹെൽത്ത് പ്രാക്ടീസസ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വരും. കാരണം ഇതൊക്കെ നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ലോക്കൽ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ അതുമൂലം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓവറോൾ those with EMRs that have automated notes and records, order entry and the clinical decision support had lesser complications.
ലോവർ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ലോവർ കോസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും റെക്കോർഡ്സുകളാണ് അല്ലെ. ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്യുന്ന നോട്ടുകൾ റെക്കോർഡുകൾ ആണ്. അതുപോലെ തന്നെ നല്ലൊരു ക്ലിനിക്കൽ എന്താ പറയാ ഒരു സപ്പോർട്ടും അത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലെസ് കോംപ്ലിക്കേഷൻസ്, അതായത് കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. ഇറ്റ് ലോവർ ദ മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് അത് കുറയ്ക്കുന്നുണ്ട്. ആൻഡ് ലോവർ ദ കോസ്റ്റ്, കോസ്റ്റിനെയും അത് വളരെയധികം കുറയ്ക്കുന്നുണ്ട്. കോസ്റ്റ് എഫിഷ്യന്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കാം, പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളാണ് ഒരുപാട് ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാര്യം സെക്യൂരിറ്റി റിസ്ക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടിയും പേപ്പർ മെഡിക്കൽ റെക്കോർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് എന്തിന് തന്നെയാണുള്ളത്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനാണ് ഉള്ളത് കേട്ടോ. ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പേപ്പർ മെഡിക്കൽ റെക്കോർഡ് ഉപയോഗിക്കുമ്പോൾ മെഡിക്കേഷൻ എററുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന് അങ്ങനെയുള്ള ചാൻസുകൾ വളരെയധികം കുറവാണ് കേട്ടോ. ഓക്കെ മതി, അന്നത്തെ ക്ലാസ്സിൽ തന്നെ മതി, ബോറടിച്ചിട്ടുണ്ടാവും. ഞാനത് അഡ്മിറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. HIMSന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ നമ്മൾ പഠിച്ചു കേട്ടോ. പ്രധാനപ്പെട്ട ഫീച്ചറുകൾ പഠിച്ചു. പിന്നെ നമ്മള് ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ പേപ്പർ മെഡിക്കൽ റെക്കോർഡുമായിട്ടുള്ള അതിന്റെ ഒരു കമ്പാരിസൺ നമ്മൾ മനസ്സിലാക്കി. ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടൈപ്പുകളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അന്നത്തെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ക്ലാസ് ഉണ്ടോ? എന്താണ്? ഇനി 12 വരെ ക്ലാസ് ഉണ്ടോ? ക്ലാസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ അന്നത്തെ ക്ലാസ്സില്? നിങ്ങൾ ഇത് വായിക്കണം കേട്ടോ. ഇന്ന് എടുത്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും പേപ്പർ മെഡിക്കൽ റെക്കോർഡും തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് പറയുമോ? പേപ്പർ മെഡിക്കൽ റെക്കോർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ് കുറെ കൂടെ നല്ലത്. ഓക്കെ, കാരണം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വളരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്പാരന്റ് ആണ്, പോർട്ടബിൾ ആണ്, ആക്സസബിൾ ആണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ആണ് ട്രാൻസ്പാരൻസി, പോർട്ടബിലിറ്റി ആൻഡ് ആക്സസബിലിറ്റി. എന്നുവെച്ചാൽ ഒരു സുതാര്യത ഉറപ്പാക്കുന്നു. പോർട്ടബിൾ ആണ് അല്ലെ. നമ്മൾ ഒരു പേപ്പർ മെഡിക്കൽ റെക്കോർഡ് പോലെ കയ്യിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു സിസ്റ്റത്തിനുള്ളിൽ നമുക്ക് ഒരു ഫോൾഡറിലാക്കിയിട്ട് പേഷ്യന്റിന്റെ ഡാറ്റ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നില്ലേ? ദൂരം നമുക്ക് വേണമെങ്കിൽ എത്ര പേഷ്യൻസിന് വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ആക്സസബിലിറ്റി എന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് അതിലെ പേഷ്യന്റിന്റെ വിവരങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഈസി ആയിട്ട് നമുക്ക് പേഷ്യന്റിന്റെ വിവരങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, പിന്നെ മാത്രല്ല അത് തന്നെയുള്ളൂ, അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് അവര് പറയുന്നത് കേട്ടോ. പക്ഷെ പേപ്പർ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതിന് മെഡിക്കൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് ഡോക്യുമെന്റ്സ് ചെയ്തത് അല്ലെ, ആനുവലി എഴുതുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ എന്ത് വരും? എററുകൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. മെഡിക്കേഷൻ എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം എന്തിന് മെഡിക്കേഷൻ എററുകൾ വരില്ല? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിലെ മെഡിക്കേഷൻ എറർ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇത് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. ഓക്കെ ആണ്, ആദരിക്ക് മനസ്സിലായോ പറഞ്ഞ കാര്യം? ഓക്കെ മാം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മാത്രമല്ല ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം 55 തൊട്ട് 83% വരെ മെഡിക്കൽ എറർ കുറയ്ക്കാൻ പറ്റിയത്. അത് ഹാൻഡ് റിട്ടൺ എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എറർ വരുമായിരുന്നു. ഒരു മെഡിക്കേഷൻ എറർ വന്നു കഴിഞ്ഞാൽ അതുമൂലം പേഷ്യൻസിന് അത് വളരെ എന്താ പറയുക പ്രതികൂലമായിട്ട് ബാധിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് പോയിന്റുകളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുവരെ വായിക്കണം കേട്ടോ. വായിച്ചിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പറയുക കേട്ടോ. ശരിയല്ല, താങ്ക് യു കേട്ടോ.